നാരായണ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപസംപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശങ്കര സ്തോത്ര തരംഗിണി 105 ദിവസം, ശിവഭുജംഗ പ്രയാത സ്തോത്രം 9 ദിവസം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. നമ്മൾ 32 ശ്ലോകം വരെയാണ് കണ്ടത് ഇന്നലെ. ഇനി 8 ശ്ലോകങ്ങളാണ് കാണാനുള്ളത്. അതിൽ അവസാനത്തെ 2 ഫലശ്രുതി പോലെയുള്ള ശ്ലോകങ്ങളാണ്. 6 ഏറ്റവും വിശേഷമായിട്ടുള്ള ശ്ലോകങ്ങൾ. നമുക്കത് ഇന്ന് തന്നെ കണ്ട് സമർപ്പിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. നോക്കാം. അപ്പോൾ ആദ്യത്തെ 2 ശ്ലോകം ചൊല്ലിയിട്ട് ഇന്നലെ എടുത്ത ഭാഗം 27 മുതൽക്ക് 32 വരെയുള്ള ശ്ലോകങ്ങൾ. ഓക്കെ. ഗളദ്ദാനഗണ്ഡം മിളഭൃംഗഷണ്ഡം ചലച്ചാരുശുണ്ഡം ജഗത്രാണശൗണ്ഡം ലസദ്ദന്തകാണ്ഡം വിബദ്ഭംഗചണ്ഡം ശിവപ്രേമപിണ്ഡം ഭജേ വക്രതുണ്ഡം. അനാദ്യന്തമാദ്യം പരം തത്വമർത്ഥം ചിദാകാരമേകം തുരീയം ത്വമേയം ഹരിബ്രഹ്മമൃഗ്യം പരബ്രഹ്മരൂപം മനോവാഗതീതം മഹശൈവമീഡേ. ഇനി 27 മുതൽക്ക് അവസാനം വരെയും ചൊല്ലാം. 32 വരെ ഇന്നലെ എടുത്തതും ബാക്കി ഇന്ന് എടുക്കാനുള്ളതും. യദാ രൗരവാദി സ്മരന്നേവ ഭീത്യാ വ്രജാമ്യത്ര മോഹം മഹാദേവ ഘോരം
തദാ മാമഹോ നാദകസ്താരയിഷ്യത്യനാദം പരാധീനമർദ്ദേന്ദുമൗലേ യഥാ ശ്വേതപത്രായദാലംഘ്യ ശക്തേഃ കൃതാന്താദ്വയം ഭക്തവാത്സല്യഭാവാത് തദാ പാഹി മാം പാർവതീ വല്ലഭാന്യം ന പശ്യാമി പാതാരമേതാദൃശം മേ ഇദാനീം ഹൃതിർമേ ഭവേത്രീത്യഹോ സന്തതം ചിന്തയാ പീഡിതോസ്മി കഥം നാമമാഭൂത് മൃദൗ ഭീതിരേഷാ നമസ്തേ ഗദീനാം ഗദേ നീലകണ്ഠ അമര്യാദമേവാഹമാബാലവൃദ്ധം ഹരന്തം കൃതന്തം സമീക്ഷ്യാസ്മി ഭീതഃ മൃതൗ താവകാംഗ്ര്യബ്ജ ദിവ്യപ്രസാദാത് ഭവാനീപതേ നിർഭയോഹം ഭവാനി ജരാജന്മഗർഭാദിവാസാദി ദുഃഖാന്യസഹ്യാനി ജഹ്യാം ജഗന്നാഥദേവ ഭവന്തം വിനാ മേ ഗതിർനൈവ ശംഭോ ദയാലോ ന ജാഗർത്തി കിം വാദയാതേ ശിവായേതി ശബ്ദോ നമഃ പൂർവയേഷ സ്മരൻ മുക്തികൃന്മൃത്യുഘാതത്വവാചി മഹേശാനമാകാൻ മനസ്തോ വചസ്തഃ സദാ മഹ്യമേതത് പ്രദാനം പ്രയച്ഛ. ഇന്നലെ ഇതുവരെ എടുത്തത്, ഇന്ന് എടുക്കാനുള്ള ഭാഗം വായിക്കാം. ത്വമപ്യംബ മാം പശ്യ ശീതാംശു മൗലി പ്രിയേ ഭേഷജം ത്വം ഭവവ്യാധിശാന്തൗ ബഹുക്ലേശഭാജം പദാംബോജപോതേ ഭവാബ്ദൗ നിമഗ്നം നയസ്വാദ്യപാരം അനുദ്യല്ലലാടാക്ഷി വന്നിപ്രരോഹൈർ അവാമസ്ഫുര ചാരുവാമോരുശോഭൈഃ അനംഗഭ്രമദ്ഭോഗിഭൂഷാവിശേഷൈർ അചന്ദ്രാർദ്ധചൂഡൈർ അലം ദൈവതൈർനഃ അഖണ്ഡേ കളങ്കാദനംഗേ ഭുജംഗാദപാണൗ കപാലാദപാലേ അനലാക്ഷാത് അമൗലൗ ശശാങ്കാദവാമേ കളത്രാദഹം ദേവമന്യം നമന്യേ നമന്യേ മഹാദേവ ശംഭോ ഗിരീശത്രിശൂലിൻ ത്വദീയം സമസ്തം വിഭാതീതി യസ്മാത് ശിവാദന്യതാ ദൈവതം നാഭിജാനേ ശിവോഹം 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 യതോ ജായതേദം പ്രപഞ്ചം വിചിത്രം സ്ഥിതിം യാതി യസ്മിൻ യദേകാന്തമന്ദേ സകർമാദിഹീനഃ സ്വയജ്യോതിരാത്മാ ശിവോഹം 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 കിരീടേ നിശേഷോ ലലാടേ ഹുദാസോ ഭുജേ ഭോഗിരാജോ ഗളേ കാളിമാ ച തനൗ കാമിനീ യസ്യ തത്തുല്യദേവം ന ജാനേ ന ജാനേ ന ജാനേ ന ജാനേ അനേനസ്തവേനാദരാദംബികേശം പരം ഭക്തിമാസാദ്യ യം യേന മന്ദി മൃദൗ നിർഭയാസ്തേ ജനാസ്തം ഭജന്തേ ഹൃദം ഭോജമധ്യേ സദാസീനമീശം ഭുജംഗപ്രിയാ കൽപശംഭോ മയൈവം ഭുജംഗപ്രജാതേന വൃത്തേന ക്ലുപ്തം നരസ്തോത്രമേതത് പഠിത്വോരുഭക്ത്യാ സുപുത്രായുരാരോഗ്യമൈശ്വര്യമേതി ഭുജംഗപ്രിയാ കൽപശംഭോ മയൈവം ഭുജംഗപ്രജാതേന വൃത്തേന ക്ലുപ്തം നരസ്തോത്രമേതത് പഠിത്വോരുഭക്ത്യാ സുപുത്രായുരാരോഗ്യമൈശ്വര്യമേതി സുപുത്രായുരാരോഗ്യമൈശ്വര്യമേതി. ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ശിവഭുജംഗപ്രയാത സ്തോത്രം സമ്പൂർണം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം, നമസ്കാരം. ഇന്നലെ മരണകാലത്തെ ഭയം കാരണം വിളിച്ചു പറയുന്നതായിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നു പ്രധാനമായിട്ട് കണ്ടത്. മര്യാദയില്ലാതെ, യാതൊരു വ്യവസ്ഥയുമില്ലാതെ, കൊച്ചുകുട്ടികളെ പോലും ദാക്ഷിണ്യമില്ലാതെ കൊണ്ടുപോകുന്ന
ആ യമനെ കണ്ട് ഞാൻ ഭയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങയുടെ പാദകമലത്തിൻ്റെ ദിവ്യമായ പ്രസാദം കൊണ്ട് അല്ലയോ ഭവാനീപതേ ഞാൻ നിർഭയനായി ഭവിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ വാർദ്ധക്യം, ജനനം, ഗർഭവാസം തുടങ്ങിയ ദുഃഖങ്ങൾ എനിക്ക് ഇനി ഉണ്ടാവാൻ പാടില്ല. അങ്ങല്ലാതെ വേറൊരു ഗതി എനിക്കില്ല. എന്താ അങ്ങ് എൻ്റെ നേർക്ക് ദയ കാണിക്കാത്തത്? അങ്ങയുടെ ദയ എൻ്റെ നേർക്ക് എന്താ ഉണരാത്തത് എന്നാണ്. ദയാലോ ന ജാഗർത്തി കിം വാ ദയാതേ തേ ദയാ കിം ന ജാഗർത്തി. എന്തുകൊണ്ട് എൻ്റെ നേരെ ഉണരുന്നില്ല അങ്ങയുടെ ദയ എന്ന് വിലപിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ അവസാനം കണ്ടത് 32-ാം ശ്ലോകമായിരുന്നു. നമഃശിവായ എന്ന ആ മന്ത്രത്തെക്കുറിച്ച്. ശിവായേതി ശബ്ദോ നമഃ പൂർവയേഷ സ്മരൻ മുക്തികൃന്മൃത്യുഹാ തത്വവാചി മഹേശാനമാഗാത്മനസ്തോ വചസ്തഃ സദാ മഹ്യമേതത് പ്രദാനം പ്രയച്ഛ. ശിവായേതി ശബ്ദോ നമഃ പൂർവയേഷ. നമഃ പൂർവഃ ശിവായ ഇതി ശബ്ദഃ. അപ്പം നമഃ പൂർവഃ, നമസ് മുമ്പിൽ വെച്ചുകൊണ്ട് നമസ്സിനെ പ്രിഫിക്സ് ആക്കിക്കൊണ്ടുള്ള ശിവായ എന്നുള്ളതായിട്ടുള്ള ശബ്ദം, അത് സ്മരന്, ഈ മന്ത്രം സ്മരിച്ചാൽ തന്നെ മുക്തികൃത്ത്, മുക്തിയെ ചെയ്യുന്നതാണ്. മൃത്യുഹ, മൃത്യുവിനെ നശിപ്പിക്കുന്നതാണ്. തത്വവാചി, അത് പരമമായ തത്വത്തെ പ്രതിപാദിക്കുന്നതാണ്. ആ ഡീറ്റെയിൽസ് ഒക്കെ ഇന്നലെ നമ്മൾ കണ്ടു. എന്താ പരമമായിട്ടുള്ള തത്വം? നമഃശിവായ എന്നാൽ ശിവോഹം എന്ന് തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന തത്വം തന്നെയാണ് അതിലൂടെ പ്രവചിക്കുന്നത്. തത്വവാചിയായിട്ടുള്ള ശബ്ദമാണ് നമഃശിവായ. അപ്പൊ നമഃശിവായ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ശിവനായിക്കൊണ്ട് നമസ്കാരം എന്ന് മാത്രമല്ല. എന്താണ് നമസ്കാരത്തിന്റെ അർത്ഥം? നമസ്കാരം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സമർപ്പണം. കായേന വാച മനസ ആത്മന, എല്ലാം കൊണ്ടും പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, ആത്മനിവേദനം, ടോട്ടൽ സറണ്ടറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാതെയാവുക, സമർപ്പിക്കുന്ന ആൾ ഇല്ലാതെയാവുക. ഭഗവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭഗവാനിലേക്കുള്ള സമർപ്പണമാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് നമഃശിവായ. ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് നമഃശിവായ എന്ന് പറയുമ്പോൾ, ആത്മനിവേദനം എന്ന് പറയുമ്പോൾ അത് ശിവോഹം എന്നുള്ള തത്വം തന്നെ. ഞാനും ശിവനും ഒന്നായിത്തീരുന്ന, ഞാൻ ശിവൻ തന്നെ എന്നതായിട്ടുള്ള ജ്ഞാനം, ആ ഉറപ്പ്, അത് തന്നെയാണ് വേദങ്ങളിൽ പറയുന്ന അഹം ബ്രഹ്മാസ്മി. ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണമായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് എൻ്റെ സ്വരൂപം എന്നുള്ള ഉറപ്പ്. അപ്പൊ ഈ നമഃശിവായ 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 എന്ന് ജപിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവസാനം ശിവോഹം 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 എന്നായി മാറും ജപം. അപ്പോൾ ആദ്യത്തെ ആരംഭത്തിൽ നമഃശിവായ എന്ന് പറയുന്ന ആള് അവസാനമാകുമ്പോഴേക്കും ശിവോഹം ശിവോഹം എന്നാകും. അങ്ങനെയാണ് വേണ്ടത്. അത് തന്നെയാണ് ഇതിൻ്റെ തത്വം. അപ്പൊ അങ്ങനെ അല്ലയോ മഹാ ഈശാന, എൻ്റെ മനസ്സിൽ നിന്നും വചസ്സിൽ നിന്നും അങ്ങ് വേറെ എവിടെയും പോകരുത്. മാഗാദ് മാഗാദ് മനസ്തഹ വചസ്തഹ, എൻ്റെ മനസ്സിൽ നിന്നും വചസ്സിൽ നിന്നും മാഗാദ് അങ്ങ് പോകരുത്. സദാ മഹ്യമേതത് പ്രദാനം പ്രയച്ഛ. എനിക്ക് ആകെ ഒരു വരമേ വേണ്ടൂ. ഈ നമഃശിവായ എന്ന ഈ മന്ത്രം എൻ്റെ മനസ്സിലും എൻ്റെ നാവിലും എപ്പോഴും ഉണ്ടാകണം. ഈ ഒരു വരം മാത്രം മതി എനിക്ക് എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് 33-ാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഇത് പാർവതീദേവിയെ മാത്രമായിട്ടൊരു പ്രാർത്ഥനയാണ്, അല്ലേ? ശ്ലോകത്തിന്റെ, നമ്മുടെ സ്തോത്രത്തിന്റെ ആരംഭത്തിൽ ഗണേശ ഭഗവാനെ മാത്രമായിട്ട് പ്രാർത്ഥിച്ചു, ഗളദ്ദാന ദണ്ഡം എന്നാരംഭിച്ചുകൊണ്ട്. പിന്നെ മഹാദേവന്റെ മഹിമയെ പറഞ്ഞുകൊണ്ട് മഹാദേവനെ സ്തുതിച്ചു. ഇടയ്ക്ക് ദമ്പതി സമേതനായിട്ട് ശിവായൈ ശിവായ ഭവാന്യൈ ഭവായ എന്നിങ്ങനെയുള്ള, അല്ലെ, രണ്ടുപേരെയും വണങ്ങിക്കൊണ്ടുള്ളതും കണ്ടു. ഇനിയിപ്പോ ദേവിയോട് എക്സ്ക്ലൂസീവായിട്ടൊരു നിവേദനം.
അമ്മേ, അമ്മ ഒന്ന് റെക്കമെൻഡ് ചെയ്യൂ എന്ന് പറയാൻ വേണ്ടി ദേവിയോട് തന്നെ പ്രത്യേകിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അടുത്ത 33-ാം ശ്ലോകം. ത്വമപ്യംബ മാം പശ്യ ശീതാംശു മൗലിപ്രിയേ ഭേഷജം ത്വം ഭവവ്യാധിശാന്തൗ ബഹുക്ലേശഭാജം പദംബോജപോതേ ഭവാബ്ധൗ നിമഗ്നം നയസ്വാദ്യപാരം. ത്വമപ്യംബ മാം പശ്യ ശീതാംശു മൗലിപ്രിയേ ഭേഷജം ത്വം ഭവവ്യാധിശാന്തൗ ബഹുക്ലേശഭാജം പദാംബോജപോതേ ഭവാബ്ധൗ നിമഗ്നം നയസ്വാദ്യപാരം. ത്വമപി അംബ, അംബ ദേവിയെ വിളിക്കണ്ട് അംബേ എന്ന്. അല്ലയോ അമ്മേ, ശീതാംശു മൗലിപ്രിയേ, അതും ദേവിയെ സംബോധന ചെയ്യണം. ശീതാംശു മൗലിപ്രിയേ. ശീതാംശു ആരാണ്? ചന്ദ്രൻ. ശീതകിരണൻ. അത് മൗലിയിൽ ആരുടെ മൗലിയിലാണോ ശീതാംശു ഉള്ളത് അവൻ ഭഗവാൻ ചന്ദ്രശേഖരൻ. അപ്പൊ ചന്ദ്രശേഖരന് പ്രിയയായിട്ടുള്ളവളേ, ഭഗവാന് ഏറ്റവും പ്രിയതമയായിട്ടുള്ളവളേ. അപ്പോ ഭഗവാനോട് വല്ലതും പറയാനുണ്ടെങ്കിൽ ആരോട് പറഞ്ഞാൽ മതി? പ്രിയയായിട്ടുള്ള ആളോട് പറഞ്ഞാൽ മതി. അതാണ് ദേവി അങ്ങനെ തന്നെ വിളിക്കുന്നത്. ചന്ദ്രശേഖര പ്രിയതമേ, അമ്മയോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഭഗവാനോട് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. അപ്പൊ അതിന് ഭഗവാന്റെ പ്രിയതമയായിട്ടുള്ള ആളെ പിടിക്കുകയാണ് എന്ന് പറയാം. അല്ലെ, നമുക്ക് ഏതെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ, ഏതെങ്കിലും വമ്പന്മാരിൽ നിന്ന്, ഏതെങ്കിലും പ്രമുഖന്മാരിൽ നിന്ന് കാര്യം സാധിക്കണമെങ്കിൽ അവരെ നേരിട്ട് നമുക്ക് പരിചയമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരോട് നല്ല അടുപ്പമുള്ള, നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെയാണ് നമ്മൾ റെക്കമെൻഡേഷൻ പറയുക. അല്ലേ, ഇന്നിപ്പോൾ നമ്മുടെ സർക്കാർ ആ തലത്തിലാണ്. എല്ലാം സ്വജന പക്ഷപാതം കാണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടപ്പെട്ടവരെ മുഴുവൻ എല്ലാ സ്ഥാനങ്ങളിലും തിരികെ കയറ്റുകയും പുതിയ പുതിയ സ്ഥാനങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി സൃഷ്ടിക്കുകയോ ഒക്കെ ചെയ്യണം. അപ്പൊ ഈ ഭൂമിയിലുള്ള നിസ്സാരന്മാരായിട്ടുള്ള ഇവർക്ക് പോലും അങ്ങനെയൊക്കെ ആവാമെങ്കിൽ അപ്പൊ നമുക്ക് വലിയ ഭഗവാനെ കാണാൻ ഭഗവാന്റെ പ്രിയതമയായിട്ടുള്ള ഭഗവതിയോട് റെക്കമെൻഡേഷൻ ചെയ്യാം. അതാണ് ശീതാംശു മൗലിപ്രിയേ ത്വം അഭി മാം പശ്യ. അമ്മയും എന്നെ ഒന്ന് കാണൂ, എന്നെ നോക്കൂ, എന്റെ ദൈന്യം കാണൂ, എന്നോട് കാരുണ്യം കാണിക്കൂ, എന്നെ നോക്കൂ, എന്നെ കടാക്ഷിക്കൂ, അമ്മയെങ്കിലും എന്റെ കാര്യം ഒന്ന് പരിഗണിക്കൂ എന്നൊക്കെ അർത്ഥം. ത്വമപി മാം പശ്യ, ത്വമപ്യംബ മാം പശ്യ ശീതാംശു മൗലിപ്രിയേ. ശീതാംശു മൗലിപ്രിയേ അംബേ ത്വമപി മാം പശ്യ, അമ്മയും എന്നെ കാണും. ത്വം ഭവവ്യാധിശാന്തൗ ഭേഷജം. അമ്മ ആരാ? അമ്മ ഭവവ്യാധിശാന്തൗ ഭേഷജം. ഭവവ്യാധി സംസാരമാകുന്ന രോഗം, ജനന മരണങ്ങളാകുന്ന രോഗം, അതാണ് ഭവവ്യാധി. ആ ജനന മരണങ്ങളുടെ ഇടയിൽ ഒരുപാട് രോഗങ്ങളുണ്ട്, പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ആ രോഗങ്ങൾ, ആ സംസാരമാകുന്ന രോഗത്തിന് വ്യാധി ശാന്തൗ, അതിനെ ശമിപ്പിക്കുവാനുള്ളതായിട്ടുള്ള ഭേഷജം ത്വം, മരുന്നാണ് അമ്മ. ആ അമ്മയെ ഞാൻ സേവിച്ചാൽ എനിക്ക് എൻ്റെ ഭവരോഗങ്ങളെല്ലാം ശമിക്കും, അതിനുള്ള ഔഷധമാണ് അമ്മ. അങ്ങനെയുള്ള അമ്മ എന്തു വേണം? ഭവാബ്ദൗ നിമഗ്നം ബഹുക്ലേശഭാജം. ഭവാബ്ദിയിൽ നിമഗ്നനായിരിക്കുന്ന, സംസാരമാകുന്ന സമുദ്രത്തിൽ മുങ്ങി താഴുന്ന, രക്ഷ കാണാതെ, അഭയം കാണാതെ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഭവാബ്ദൗ നിമഗ്നം ബഹുക്ലേശഭാജം മാം. ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, കഷ്ടപ്പെടുന്നതായിട്ടുള്ള എന്നെ, ഈ സംസാര സാഗരത്തിൽ മുങ്ങി വെള്ളം കുടിച്ചും ജലജന്തുക്കളുടെ ആക്രമണമേറ്റും പലതരത്തിൽ പീഡിതനായിരിക്കുന്ന മാം എന്നെ പദാംബോജ പോതേ അദ്യപാരം നയസ്വ. അമ്മയുടെ പദാംബോജമാകുന്ന പോദത്തിൽ, പോദമെന്നാൽ തോണി, അപ്പൊ ദേവിയുടെ പാദകമലം തന്നെ തോണി. അമ്മയുടെ പാദകമലമാകുന്ന തോണി എൻ്റെ നേർക്ക് അയച്ചു തന്ന് ഇന്ന് തന്നെ, ഉടനെ തന്നെ പാരം നയസ്വ, എന്നെ മറുകരയ്ക്ക് നയിച്ചാലും, ഈ സംസാര സാഗരത്തിന്റെ കരയിലേക്ക് എന്നെ നയിച്ചാലും. അപ്പോ അമ്മ ഭവരോഗത്തിനുള്ള ഔഷധമാണ്, ഭവസാഗരം കടക്കാനുള്ള തോണിയാണ് അമ്മയുടെ പാദം. അതുകൊണ്ട് എൻ്റെ നേർക്ക് ഒന്ന് നോക്കി, ഈ ദീനനായിട്ടുള്ള ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ,
എന്നെ പരിഗണിക്കൂ, എന്നെ ഈ സംസാര സാഗരത്തിന്റെ മറുകര കടത്തിത്തരൂ എന്ന് ഇടയ്ക്ക് ദേവിയോടും പ്രാർത്ഥിക്കുന്നു. ആ ദേവി ഭഗവാനോട് പറയാൻ വേണ്ടി. ത്വമപ്യംബ മാം പശ്യ ശീതാംശു മൗലിപ്രിയേ ഭേഷജം ത്വം ഭവവ്യാധിശാന്തൗ ബഹുക്ലേശഭാജം പദാംബോജപോദേ ഭവാബ്ദൗ നിമഗ്നം നയസ്വാദ്യപാരം. അങ്ങനെ ദേവിയോടുള്ള പ്രാർത്ഥന കഴിഞ്ഞു. ഇനി ഇതാ തൻ്റെ ഭഗവാനോടുള്ള അനന്യഭക്തി, ഏകാന്ത ഭക്തി അത് പ്രകടിപ്പിക്കുകയാണ്. നമ്മളൊരു ഈശ്വരനെ ആരാധിക്കുമ്പോൾ നമ്മളൊരു ഇഷ്ടദേവതയെ തിരഞ്ഞെടുക്കണം. ആ ഇഷ്ടദേവതയിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസവും സമർപ്പണവും, അതിനാണ് ഏകാന്ത ഭക്തി എന്ന് പറയുന്നത്. മറ്റ് ദേവതകളെ ഒന്നും അവഗണിക്കുകയോ ബഹുമാനിക്കാതിരിക്കുകയോ വേണ്ട. എല്ലാവരെയും ബഹുമാനിക്കാം. പക്ഷെ ഒരു ഇഷ്ടദേവതയെ തിരഞ്ഞെടുത്ത് ആ ഇഷ്ടദേവതയിൽ ടോട്ടലായിട്ട് നമ്മൾ സമർപ്പിക്കണം, സറണ്ടർ ചെയ്യണം. അതാണ് ഉപാസനാ തത്വം തന്നെ. അപ്പോൾ ഓരോ ഇഷ്ടദേവതയെ ഉപാസിക്കുന്നവർ അവരവരുടെ ഇഷ്ടദേവതയെ ആ ജഗതീശ്വരനായിട്ട് കാണണം. പ്രപഞ്ചത്തിന്റെ മുഴുവൻ മൊത്തം നാഥനായിട്ട്, ദേവാദിദേവനായിട്ട്, പരബ്രഹ്മമായിട്ട് കാണണം. അതിപ്പോ കൃഷ്ണഭക്തന്മാർക്ക് കൃഷ്ണനാണ് പരബ്രഹ്മം, ശിവഭക്തന്മാർക്ക് ശിവനാണ് പരബ്രഹ്മം, ഗണേശഭക്തന്മാർക്ക് ഗണേശനാണ് പരബ്രഹ്മം, ദേവീ ഭക്തന്മാർക്ക് ദേവിയാണ് പരബ്രഹ്മം, മുരുകഭക്തന്മാർക്ക് മുരുകനാണ് പരബ്രഹ്മം, ഹനുമൽ ഭക്തന്മാർക്ക് ഹനുമാനാണ് പരബ്രഹ്മം, ശ്രീരാമഭക്തന്മാർക്ക് ശ്രീരാമനാണ് പരബ്രഹ്മം. അങ്ങനെ വേണം ഉപാസന. അപ്പോൾ ഒരാളെ അയ്യപ്പ ഭക്തന്മാരുണ്ട് നമുക്ക്, അല്ലേ? ഇഷ്ടംപോലെ അയ്യപ്പ ഭക്തന്മാർ ഈ കലിയുഗത്തിൽ. ആ അയ്യപ്പ ഭക്തന്മാർക്ക് അയ്യപ്പൻ തന്നെയാണ് പരബ്രഹ്മം. അങ്ങനെ ആ പരബ്രഹ്മമായി അവരുടെ ഇഷ്ടദേവതയെ കാണുകയും മറ്റുള്ളവരെ, മറ്റു ദേവന്മാരെല്ലാം ഈ ദേവന്റെ വിഭൂതികളായിട്ട്, ഈ ദേവന്റെ കീഴിലായിട്ട് സങ്കല്പിക്കും. അപ്പോ വിഷ്ണു ഭക്തന്മാർക്ക് വിഷ്ണു ദ സുപ്രീം, ശിവനും ബ്രഹ്മാവും മറ്റ് ദേവിമാരും സുബ്രഹ്മണ്യനും ഗണേശനും ഒക്കെ വിഷ്ണുവിന്റെ അസിസ്റ്റൻസ്, ഉപദേവന്മാരായിട്ട് കാണണം. ശിവഭക്തന്മാർക്ക് ശിവനെ സുപ്രീമായിട്ട് കണ്ടിട്ട് മറ്റുള്ളവരെ ഉപദേവന്മാരായിട്ട് കാണണം. വിഷ്ണുവിടെ ഉപദേവനാവും. ദേവി ഉപാസകന്മാർക്ക് ദേവിയാണ് ദ സുപ്രീം, ബാക്കിയുള്ളവരൊക്കെ ദേവിയുടെ താഴെയാവും. മുരുകഭക്തന്മാർക്ക് മുരുകനാണ് സുപ്രീം, ഗണേശഭക്തന്മാർക്ക് ഗണേശനാണ് സുപ്രീം, ബാക്കിയുള്ളവർ കീഴെയാവും. ഇതാണ് ഉപാസനകളുടെ തത്വം. അതിൻ്റെ അർത്ഥം ഇവരൊക്കെ പരസ്പരം മത്സരമുള്ളവരും ശണ്ടയുള്ളവരും ഉച്ചനീചത്വമുള്ളവരും ആണ് എന്നാണോ? നമ്മൾക്ക് ഏത് ഭാവത്തോട് കൂടുതൽ താദാത്മ്യം തോന്നുന്നുവോ, ഭഗവാന്റെ ഏത് രൂപത്തിൽ നമുക്ക് മനസ്സ് ആകൃഷ്ടമാകുന്നുവോ, സ്വാഭാവികമായിട്ട് അടുക്കുന്നുവോ, അത് ജന്മാന്തര ബന്ധങ്ങളുണ്ടാവും. ജന്മാന്തരങ്ങളിൽ നമ്മൾ ഉപാസിച്ചതിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യം കൊണ്ടോ, നമ്മുടെ വംശപാരമ്പര്യത്തിലുള്ള കുല ദൈവത എന്ന് പറയുന്ന അതാണ്. ആ ജനറ്റിക്കലി ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. നമ്മുടെ മുത്തശ്ശന്മാർ ആരാധിച്ചു, അതേ ജീൻസിൽ നിന്നാണ് നമ്മുടെ അച്ഛനുണ്ടായത്, അച്ഛൻ ആരാധിച്ചു, ആ അച്ഛൻ ആരാധിച്ച് അതേ ഈശ്വരനെ തന്നെ ആരാധിക്കുന്ന ഒരു മനസ്സ് നമുക്ക് വന്നു ചേരും. അതാണ് കുലദേവതാ പാരമ്പര്യം, അല്ലെങ്കിൽ ദേശദേവതയോടുള്ള താതാത്മ്യം. ഒരു ദേശത്ത് നമ്മൾ ജനിക്കാൻ തന്നെ ഒരു കാരണമുണ്ട്. അപ്പോൾ ആ ദേശത്തുള്ള ദേവനുമായിട്ടായിരിക്കും നമുക്ക് ആത്മബന്ധം ഉണ്ടാവുക. ഇപ്പോൾ എറണാകുളം എന്ന് പറയുന്നതായിട്ടൊരു സ്ഥലം, അവിടെയുള്ള ആളുകളൊക്കെ എന്ത് വന്നാലും അവർക്ക് ഉടനെ വിളിക്കുന്നത് എറണാകുളത്തപ്പ എന്നാണ്. തൊട്ടപ്പുറത്ത് തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയുള്ള ആളുകളൊക്കെ എൻ്റെ പൂർണ്ണത്രയീശ എന്നാ വിളിക്കുക, അവർ എറണാകുളത്തപ്പ എന്ന് വിളിക്കില്ല. തൊട്ടപ്പുറത്ത് തൃക്കാക്കരയുണ്ട്, എൻ്റെ തൃക്കാക്കരയപ്പ എന്നാ അവർ വിളിക്കുക.
കുറച്ചപ്പുറത്തേക്ക് മാറിയ ചോറ്റാനിക്കരമ്മയുണ്ട്. അവർ വിളിക്കുക ചോറ്റാനിക്കരമ്മേ എന്നാണ്. കുറച്ച് ഇങ്ങോട്ടേക്ക് കിഴക്കോട്ടേക്ക് വടക്കോട്ടേക്ക് മാറി വന്ന കൊടുങ്ങല്ലൂരും തൃപ്രയാറും ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യവും അങ്ങനെ വരുമ്പോൾ ഗുരുവായൂരും ഒക്കെ വരും. അവിടെയുള്ളവരൊക്കെ അങ്ങനെ വിളിക്കും. തൃശ്ശൂർ എത്തിയാലോ എൻ്റെ വടക്കുന്നാഥാന്നാവും വിളിക്കും. അത് അവർക്ക് ആ ദേശത്ത് ജനിക്കാനും ആ ദേശദേവതയുമായിട്ടൊരു ബന്ധമുണ്ടാകാനും ഏതൊക്കെയോ പൂർവ കടങ്ങളുണ്ട്, പ്രാരബ്ധങ്ങളുണ്ട്, ജന്മാന്തര വാസനകളുണ്ട്. അതുകൊണ്ടാണ് അവരവിടെ വന്ന് ജനിക്കുന്നതും അങ്ങനെ ഒരു ഈശ്വരനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നതും. ചില ആൾക്കാരുണ്ട് എവിടെ പോയാലും ആരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നിർഗുണ പരബ്രഹ്മങ്ങൾ. അവർ ഭാഗ്യഹീനന്മാരാണ് വാസ്തവത്തിൽ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ദേശദേവനുമായിട്ടൊരു താദാത്മ്യം ഉണ്ടാവണം. നമ്മുടെ കുടുംബം ആരാധിച്ചിരുന്ന കുലദേവതകളുമായിട്ടൊരു താദാത്മ്യം ഉണ്ടാവണം. അങ്ങനെ ആ സമ്പ്രദായത്തെ നമ്മൾ പിന്തുടരുന്നത് ഉത്തമമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ധാരാളം ഉണ്ട്. നമ്മളതിനെ അവഗണിച്ചത് കൊണ്ടാണ്, അതിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഭക്തി വളരാത്തത്. അപ്പോൾ വേണ്ട രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ നമ്മുടെ കുലദേവത ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ കുലദേവതയുടെ മാഹാത്മ്യം നമ്മൾ പഠിച്ചാൽ, ദേവീ ഭക്തന്മാരാവണമെങ്കിൽ ദേവീ ഭാഗവതം, ദേവീ മാഹാത്മ്യം, ബ്രഹ്മാണ്ഡ പുരാണം മുതലായിട്ടുള്ളതൊക്കെ പഠിക്കുക. ലളിതാ സഹസ്രനാമം, സൗന്ദര്യലഹരി, ദേവി മാഹാത്മ്യമൊക്കെ പാരായണം ചെയ്യുക. അപ്പോൾ തന്നെ ഭക്തി വളർന്നു വരും. അതുപോലെ വിഷ്ണു ഭക്തന്മാരാണെങ്കിൽ ഭാഗവതം കേൾക്കുക, സപ്താഹങ്ങളിൽ പങ്കെടുക്കുക, നാരായണീയം പഠിക്കുക, പാരായണം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വൈഷ്ണവമായിട്ടുള്ള കൃതികളൊക്കെ കീർത്തനങ്ങളൊക്കെ പാടുക. ഇനി രാമഭക്തന്മാരാണെങ്കിൽ രാമായണം പഠിക്കുക, പാരായണം ചെയ്യുക. ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള മനസ്സിൽ ഇണങ്ങുന്ന ഇഷ്ടദേവനുമായിട്ടുള്ള അടുപ്പം കൂട്ടാൻ വേണ്ടി അതാത് ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതാത് ഉപാസനാ സമ്പ്രദായങ്ങളെ കൂടുതൽ അടുത്തറിയുകയും ചെയ്താൽ ആ ഭക്തി വളർന്നു വരും. അപ്പം അങ്ങനെ ഇപ്പം ശിവഭക്തന്മാർ ശിവനെ തന്നെ പരമേശ്വരനായിട്ട് ഉറപ്പിക്കണം. വിഷ്ണു ഭക്തന്മാർ വിഷ്ണുവിനെ തന്നെ പരമേശ്വരനായിട്ട് ഉറപ്പിക്കണം. അപ്പം നമ്മൾ രാവിലെ പ്രാർത്ഥനാ ഷഡ്പതി കണ്ടു. അതിൽ വിഷ്ണുവിനെ ആയിരുന്നു സ്തുതിച്ചത്. അതിലും പറഞ്ഞു പരമേശ്വര പരിപാല്യോ ഭവതാപഭീതോഹം, അല്ലേ? പരമേശ്വര പരിപാല്യ ഭവതാപഭീത അഹം, അല്ലയോ പരമേശ്വര ഭവതാപഭീതനായ എന്നെ അങ്ങയാൽ പരിപാലിക്കപ്പെടണം. അപ്പൊ അവിടെ പരമേശ്വര എന്നാരെയെ വിളിച്ചത്? മഹാവിഷ്ണുവിനെ. മഹാദേവ ഭക്തന്മാര് പരമേശ്വര എന്നാരെയെ വിളിക്കണത്? മഹാദേവനെ. ഇനി ഇതൊക്കെ വേറെ വേറെയാണോ ചോദിച്ചാൽ ഒരു വേറെ വേറെ അല്ല. ഇപ്പോ നമുക്കൊരു വ്യക്തിയെ വിളിക്കണമെങ്കിൽ അയാളുടെ കയ്യിൽ പിടിച്ചു വലിച്ചാലും അയാളുടെ മുതുകത്ത് തോണ്ടിയാലും അയാളുടെ മുഖത്ത് നോക്കി വിളിച്ചാലും എവിടെ തൊട്ടാലും അയാളെ തന്നെയാണ് തൊടുന്നത്, അയാളെ തന്നെയാണ് വിളിക്കുന്നത്, അല്ലേ? കയ്യിൽ പിടിച്ചാൽ എന്നെയല്ല വിളിച്ചതെന്ന് ആരെങ്കിലും പറയുമോ? നിങ്ങൾ കൈയാണ് പിടികിട്ടിയത്, അതുകൊണ്ട് കൈ പിടിച്ചു വലിച്ചു. അപ്പൊ കയ്യിനെയാണോ വിളിച്ചതെന്നല്ല ചോദിക്കുക, എന്നെയാണോ വിളിച്ചത് എന്നാ ചോദിക്കുക. ദേഹത്ത് എവിടെയെങ്കിലും തോണ്ടിയാൽ എന്താ അവിടെയാണോ തോണ്ടിയത്, എന്താ അവിടുന്നാണോ വല്ല സഹായവും വേണ്ടത്? എൻ്റെ മുതുകത്ത് തോണ്ടിയാൽ മുതുകിനെയാണോ വിളിച്ചത്? മുതുകിനെ തോണ്ടിയാലും എന്നെ തന്നെയാണ് വിളിച്ചത്, അല്ലേ? അപ്പൊ എൻ്റെ ശരീരത്തിൽ എവിടെ തൊട്ടാലും എന്നെയാണ് തൊടുന്നത്. അപ്പൊ ശരീര അവയവങ്ങൾ വേറെ വേറെ, കൈ വേറെ, കാല് വേറെ, ഓരോ വിരലുകളും വേറെ, തല വേറെ, കണ്ണ് വേറെ, മൂക്ക് വേറെ, ഒക്കെ ഓരോന്നും അംഗങ്ങൾ വേറെ വേറെ. പക്ഷെ ശരീരം ഒന്നാണ്, ഞാൻ ഒന്നാണ്. അതുപോലെ ജഗതീശ്വരൻ ഒന്നാണ്. ആ ജഗതീശ്വരന്റെ ഓരോരോ അവന്യൂസ്, ഓരോ കൗണ്ടറുകൾ, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കൗണ്ടറിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ കാണുക. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വലിയൊരു സ്ഥാപനമാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ബ്രാഞ്ചിലാണ് പോകേണ്ടത്, അവിടെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, അവിടുത്തെ കൗണ്ടറിലൂടെയാണ് ഓപ്പറേഷൻസ് നടത്തേണ്ടത്. നിങ്ങൾ ബോംബെയിലത്തെ ഹെഡ് ഓഫീസിലൊന്നും പോകേണ്ട കാര്യമില്ല. ബോംബെയിലേക്ക് എത്തിക്കോളും ഇതിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങളിവിടെ
ഡെപ്പോസിറ്റ് ചെയ്യുന്നാൽ അപ്പം തന്നെ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്താൽ ഇമ്മീഡിയറ്റ് ബോംബെ സെർവറിലേക്ക് അത് എത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ ഡാറ്റ ലോസ് ആയാലും അവിടുന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. മെഡ്രാസിലുള്ള ഒരാൾ മെഡ്രാസ് ബ്രാഞ്ചിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. എല്ലാം സ്റ്റേറ്റ് ബാങ്കിലേക്ക് തന്നെയാണ് പോണത്. ഒരേ സ്റ്റേറ്റ് ബാങ്ക്, ബ്രാഞ്ചസ് ആർ മെനി. ഇനി ഒരേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഡിപ്പാർട്ട്മെന്റുകൾ മെനി. ഓരോ കാര്യത്തിന് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണു. അതാത് ഡിപ്പാർട്ട്മെന്റ് പോയാലേ അതാത് കാര്യങ്ങൾ ആവുള്ളൂ. അപ്പൊ ഇങ്ങനെ വൈവിധ്യങ്ങൾ എല്ലാ രംഗത്തും ഉണ്ട്. ഏകമായിട്ടുള്ള ഒന്നിനെ പലതായിട്ട് നമ്മൾ പല മുഖങ്ങളിലൂടെ കാണുന്നുണ്ട്. അതുപോലെ ഈശ്വരൻ എന്ന ഏക ശക്തിയെ, പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആശ്രയമായിരിക്കുന്ന ഒരേ ഒരു ഈശ്വരനെ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അങ്ങനെയല്ല പറയേണ്ടത്, ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നാണ് സത്യം. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അങ്ങേര് എവിടെയോ ഇരിക്കണു എന്നല്ല. അത് മറ്റ് അറിവില്ലാത്ത മതക്കാരുടെ ഭാഷയാണ്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അങ്ങേര് സ്വർഗത്തിലാണ് ഇരിക്കുന്നത്, അങ്ങേര് ഭൂമിയിലിരിക്കുന്നത്, ഇറങ്ങി വരില്ല എന്ന് പറയുന്ന ഒരു കൂട്ടര്. എന്നാൽ സനാതനധർമ്മം പറയുന്നത് ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാലോ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നതും ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദർ ഈസ് ഓൺലി വൺ ഗോഡ് എന്ന് അവർ പറയുമ്പോ സനാതനധർമ്മം പറയുന്നു ഓൾ ദാറ്റ് ഹിയർ ഈസ് ഈശ്വര. ഇവിടെ കാണുന്നതെല്ലാം ഈശ്വരനാണ്. ആ ഈശ്വരൻ ഏകമേവ അദ്വിതീയം. അവിടെ രണ്ടില്ല. ആ ഈശ്വരന് വിവിധ ഭാവങ്ങൾ, വിവിധ മുഖങ്ങൾ കൊടുത്ത് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് അതാത് മുഖത്ത് ചെന്ന് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ മഹാദേവനും മഹാവിഷ്ണുവും അയ്യപ്പസ്വാമിയും സുബ്രഹ്മണ്യസ്വാമിയും ദേവിയും എല്ലാം ഒരേ ജഗതീശ്വരന്റെ വിവിധ ഭാവങ്ങൾ, വിവിധ ഉപാസനാഭാവങ്ങൾ, ഉപാസനാമൂർത്തികൾ. ഈ രൂപങ്ങളിലൊക്കെ ഈശ്വരൻ, ജഗതീശ്വരൻ തന്നെ പല രൂപത്തിലും വന്ന് പല കാലങ്ങളിൽ പല ലീലകൾ ചെയ്തു. ഈ കാലത്ത് നമ്മൾ വിളിച്ചാൽ അതാത് രൂപത്തില് വരികയും ചെയ്യും. അത് അനുഭവസ്ഥരായിട്ടുള്ള എത്രയോ ആളുകൾ ഇവിടെയുണ്ട്. ഇപ്പോഴും കൃഷ്ണ എന്ന് വിളിച്ച് കൃഷ്ണനെ ആഞ്ഞു വിളിച്ചാൽ കുറൂരമ്മയ്ക്കും മേൽപ്പത്തൂരിനും പൂന്താനത്തിനും പ്രത്യക്ഷമായിരുന്നുവല്ലോ. വില്ലുമംഗലത്തിന്റെ മടിയിൽ കളിച്ചില്ലേ ഭഗവാൻ? സൂർദാസിനും കബീറിനും തുളസീദാസിനും ഒക്കെ ഭഗവാൻ അനുഭവവേദ്യനായിരുന്നില്ലേ? മീരാബായിക്ക് ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നില്ലേ? രാമകൃഷ്ണ പരമഹംസൻ സാക്ഷാത്കരിച്ചില്ലേ? ഭഗവാനെ കാളിയെ കൂടെ കൊണ്ടു നടന്നു. കാളിയോട് നിത്യവും എല്ലാ കാര്യവും സംസാരിക്കും. ഒരമ്മ മകനോട്, അല്ലെങ്കിൽ അമ്മയോട് മകൻ സംസാരിക്കുന്നത് പോലെ ഏത് കാര്യം ആര് പറഞ്ഞാലും രാമകൃഷ്ണ പരമഹംസർ കാളി അമ്മയോട് പോയി ചോദിച്ചിട്ടേ ഉത്തരം പറയുള്ളൂ. ആരോടൊക്കെയോ സംസാരിക്കുന്നത് കാണാം. പോയി രാമകൃഷ്ണ പരമഹംസരെ കാണാൻ ചെന്നവരൊക്കെ ആരോടോ പിച്ചും പേയും പറയുന്നതായിട്ടേ അവർക്ക് തോന്നുള്ളൂ. കാരണം അവർ കാണുന്നില്ല കാളിയെ. രാമകൃഷ്ണ പരമഹംസർ കാളിയെ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അമ്മയുടെ അനുവാദം മേടിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഭക്തന്മാരും ഇപ്പോഴും അവരേത് രൂപത്തിൽ ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തിൽ അവതരിക്കാൻ ശക്തിയുള്ള സർവശക്തനാണ് ഈശ്വരൻ. അവതരിക്കാൻ ശക്തി ഈശ്വരന്. അല്ലാതെ ഈശ്വരൻ ആകാശത്ത് മാത്രം ഇരിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു പാവമല്ല. അയ്യോ പാവമല്ല ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയണമെങ്കിൽ തന്നെ അദ്ദേഹത്തിന് സർവശക്തി ഉണ്ടാവണം. അപ്പൊ സർവശക്തിയുടെ ഭാഗമാണെന്ത്? നമ്മൾ വിളിച്ചാൽ നമ്മുടെ ഉദ്ദേശിച്ച രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരിക എന്നുള്ളതും. അതിനും ശക്തിയുള്ള ആളാണ് സർവശക്തൻ. അല്ലാതെ ലിമിറ്റഡ് ആയിട്ടുള്ള ശക്തി, അയ്യോ ഞാൻ ഭൂമിയിലേക്കൊന്നും ഇറങ്ങി വരില്ല, വന്നു കഴിഞ്ഞാൽ എൻ്റെ എല്ലാം പോവും, ഞാനല്ലാതാവും എന്ന് ഭയമുള്ള ഒരാൾ എങ്ങനെ സർവശക്തനാവുക? ഞാൻ സ്വർഗത്തിൽ ഇരിക്കുകയുള്ളൂ, അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എല്ലാം ഡിക്റ്റേറ്റ് ചെയ്യും, അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ട നിയമങ്ങളൊക്കെ തരും, എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്തെങ്കിലും തോന്നിയ വാസം ചെയ്താൽ അങ്ങടേക്ക് വരും, കാണിച്ചു തരാ എന്ന് പറഞ്ഞാൽ അവിടെ കാത്തിരിക്കുന്ന ആളാണ് ഈശ്വരൻ. അങ്ങനെയാണോ? അല്ല. അവിടെ കാത്തിരിക്കുകയല്ല, ഇവിടേക്ക് ഇറങ്ങി വന്ന് ഇവിടെ വന്ന് നമ്മളെ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ് ഈശ്വരൻ.
ഇതാണ് സനാതന ധർമ്മത്തിലെ ഈശ്വര സങ്കല്പം. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ ഇഷ്ടദേവതയെ നമ്മൾ തിരഞ്ഞെടുത്ത് ഉപാസിക്കുമ്പോൾ അവിടെ ഏകാന്ത ഭക്തി, ഏകാഗ്രഭക്തി, അനന്യഭക്തി, അവ്യഭിചാരിണീ ഭക്തി എന്നൊക്കെ പറയുന്ന ആ ഭക്തി വളർത്തണം. മറ്റുള്ളവരെ നിന്ദിക്കാൻ പാടില്ല. മറ്റുള്ളവരോട് ചെന്ന് മത്സരിച്ച് എൻ്റെ ദൈവമാണ് വലുത്, നിങ്ങളുടെ ദൈവമല്ല എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ പാടുള്ളതല്ല. അതിനു വേണ്ടിയിട്ടല്ല ഈ വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. ഇത് ചില ആൾക്കാർ ഞങ്ങളുടെ മാത്രം ശരി, നിങ്ങളുടേത് മോശം എന്ന് പറഞ്ഞുകൊണ്ട് മത്സരിക്കാൻ വിളിക്കുകയാണ്. അതാണ് മറ്റു മതസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്, അവിടെയാണ് സംഘർഷം വരുന്നത്. സനാതനധർമ്മത്തിൽ അങ്ങനെ ഒരു സ്വഭാവമില്ല. കാരണം എന്താ? അവർക്ക് അറിയാം ഈ തത്വം. ഒരാൾ അള്ളാന്ന് വിളിച്ചാൽ നമുക്ക് വിരോധമില്ല. നിങ്ങൾ ഈശ്വരനെ അള്ളാന്ന് വിളിച്ചോളൂ, നിങ്ങളുടെ ഭാഷയിലെ പ്രയറുകൾ സമർപ്പിച്ചോളൂ, ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ഞങ്ങള് ശിവ എന്ന് വിളിക്കുന്ന ആളെ തന്നെയാണ് നിങ്ങൾ അള്ളാന്ന് വിളിക്കുന്നത്, ഞങ്ങൾ കൃഷ്ണ എന്ന് വിളിക്കുന്ന ആളെ തന്നെയാണ് നിങ്ങൾ അള്ളാന്ന് വിളിക്കുന്നത്. അത് നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ ആചാരം, നിങ്ങളുടെ സംസ്കാരം, നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ കാര്യങ്ങൾ ഇന്റർഫിയർ ചെയ്യാറില്ല. പക്ഷെ അവരുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ പുരോഹിതന്മാർ അവരെ പഠിപ്പിക്കുന്നത് മറിച്ചാണ്. അങ്ങനെ വിളിച്ചാൽ മാത്രമേ ഈശ്വരൻ വിളി കേൾക്കുള്ളൂ, അത് മാത്രമാണ് ഈശ്വരൻ, മറ്റതൊക്കെ എന്താ പറയുക, സാത്താനാണ്, അങ്ങനെ വിളിക്കുന്നവരൊക്കെ കാഫിറുകളാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് തിരുത്തൽ. അതാണ് ഭരണാധികാരികൾ അതിൽ ഇടപെടണം വാസ്തവത്തിൽ. അതാണ് ഇന്നത്തെ തീവ്രവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒക്കെ കാരണം. അപ്പോൾ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണിത്. ഈ സെക്യുലർ സ്റ്റേറ്റിൽ എല്ലാവർക്കും അവരവരുടെ മതങ്ങൾ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരവരുടെ ഈശ്വരനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ നിന്ദിക്കാനുള്ള അവകാശം ഇല്ല, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനുള്ള ഒരു അവകാശവും ആർക്കുമില്ല. ഇത് ഉറപ്പിക്കേണ്ടത് ഭരണകർത്താക്കളാണ്. അതിനുള്ള വ്യവസ്ഥകൾ, അതിനുള്ള നിയമങ്ങൾ സുഭദ്രമായിരിക്കണം. ഒരു മതസ്ഥർ മറ്റൊരു മതസ്ഥരെ ഒരു തരത്തിലും ഹേർട്ട് ചെയ്യാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല. മതപരിവർത്തനം എന്നുള്ളത് തന്നെ ഒരു ഹർട്ടാണ്, ഒരു വയലൻസ് ആണ്. എത്രയോ ആളുകളുടെ എന്താ പറയുക, കുടുംബ ബന്ധങ്ങളെ തകർത്തിട്ടാണ് അതിൽ നിന്ന് ഒരാളെ അടർത്തി കൊണ്ടുപോകുന്നത്, മതം മാറ്റി കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരാൾ മതം മാറിപ്പോകുമ്പോൾ, ഒരു മകൾ മതം മാറിപ്പോകുമ്പോൾ അച്ഛനും അമ്മയും അവിടെ തകർന്നു പോവുകയാണ്, ഒരു കുടുംബം തകർന്നു പോവുകയാണ്. അപ്പൊ വലിയൊരു ഹിംസയാണത്, വയലൻസ് ആണത്. അപ്പൊ മതപരിവർത്തനം എന്നുള്ളത് ഒരു വയലൻസ് ആണ്. മതം എന്നുള്ളത് അവനവന്റെ മനസ്സിൽ, ഇപ്പൊ ഒരു കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരാൾക്ക് അള്ളാന്ന് വിളിക്കാം, ഈശോ എന്ന് വിളിക്കാം, കൃഷ്ണ എന്ന് വിളിക്കാം. അവിടെ തന്നെ ഇരിക്കട്ടെ, എന്തിനാ അടർത്തിക്കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് അതിലാണ് ഉറപ്പെങ്കിൽ, നിങ്ങൾക്ക് ഈശോനാണ് ഇഷ്ടമെങ്കിൽ കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് ഈശോനെ വിളിച്ചോളൂ. അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചിട്ടല്ല, അവരെ വെറുത്തിട്ടല്ല, ആ കുടുംബത്തെ തകർത്തിട്ടല്ല അത് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് സനാതനധർമ്മവും മറ്റ് ബാഹ്യ ധർമ്മങ്ങളും തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസം, സെമിറ്റിക് മതങ്ങൾ എന്ന് പറയുന്നവരുടെ വ്യത്യാസം. ഇത് നമ്മൾ വലിയ ഉച്ചത്തിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ കുട്ടികൾ ഇത് കേൾക്കണം. നമ്മുടെ ഭരണാധികാരികൾക്ക് ഇതിൽ ബോധം ഉണ്ടാവണം. അവർക്ക് ഉണ്ടാവില്ല. അവർ വോട്ട് ബാങ്ക് നോക്കിയിട്ട് മാത്രമാണ് അവരുടെ പണികളൊക്കെ. അവർക്ക് വോട്ട് ബാങ്കേ വേണ്ടു. അതിനുവേണ്ടി എന്ത് പ്രീണനവും ചെയ്യും. അത് തിരുത്തണം. ഒന്നാമത് ജാതിയും മതവും നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. ഏത് സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോഴും ജാതിയും മതവും ചോദിക്കാതെ ആവണം. അച്ഛനാര്, അമ്മയാര്, അഡ്രസ് ഏത്, എത്രേ വേണ്ടു, വേറെ ഏത് കാസ്റ്റ്, ഏത് റിലീജിയൻ, ഇതിന്റെ ആവശ്യമില്ല. ഇത് ഒരു കാര്യത്തിനും ആവശ്യമില്ല. എല്ലാറ്റിൽ നിന്നും അത് പുറന്തള്ളണം. അങ്ങനെ മതവ്യവസ്ഥയിലും ജാതി വ്യവസ്ഥയിലും ഉള്ളതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇവിടെ വേണ്ടേ വേണ്ട. ഒരു സെക്കുലർ രാജ്യത്ത് അത് വേണ്ട, ആർക്കും വേണ്ട. ഏതെങ്കിലും തരത്തില് പരാധീനത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എല്ലാ തരത്തിലും, എല്ലാവരും, സമൂഹവും ഭരണാധികാരികളും സഹായിക്കുന്ന വ്യവസ്ഥയുണ്ടാവണം. അത് ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിലും ഏതു തരത്തിൽ കഷ്ടപ്പെടുന്നവർക്കും അവർക്ക് വേണ്ട സഹായ വ്യവസ്ഥകളാണ് വേണ്ടത്. അല്ലാതെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥകൾ, സംവരണങ്ങൾ എല്ലാം ഏറ്റവും ഹീനമായിട്ടുള്ള, മനുഷ്യത്വരഹിതമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. സെക്കുലർ എന്ന് പറയുന്ന ജനാധിപത്യ രാഷ്ട്രത്തിന്റെ എല്ലാ നിയമ സംഹിതകളെയും കാറ്റിൽ പറത്തുകയാണ് അവർ ചെയ്യുന്നത്.
അത് നമ്മൾ ചോദ്യം ചെയ്യണം. ഈ രാഷ്ട്രീയക്കാരെ നമ്മൾ വരച്ച വരയിൽ നിർത്താറാവണം. നമുക്ക് ശക്തി ഉണ്ടാവണം, അതിന് നമുക്ക് അറിവുണ്ടാവണം. അറിവുള്ളവർ കൂടുതൽ ഉണ്ടായാലേ നമ്മുടെ വോയിസ് കേൾക്കുള്ളൂ. നമ്മുടെ വോയിസ് എല്ലാവരും കേൾക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ശക്തമായിട്ട് എല്ലായിടത്തും പറയണം. നമ്മളടുത്ത് വോട്ട് ചോദിക്കാൻ വരുന്ന ഈ നേതാക്കന്മാരോടൊക്കെ പറയണം, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ ചോദിക്കുമ്പോൾ കാസ്റ്റ്, റിലീജിയൻ എന്നുള്ള കോളം വെട്ടാൻ പറ്റുമോ? ഏത് കാര്യത്തിലും മതവും ജാതിയും ചോദിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള പരിഗണന ഇല്ലാതെ മനുഷ്യത്വ പരിഗണനയോടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഓരോ സ്ഥാനങ്ങൾ കൊടുക്കുന്നത് കൊണ്ടുവരണം. അപ്പോൾ മാത്രമേ രാജ്യം പുരോഗതിയിലേക്ക് പോകുള്ളൂ. അത് ഈ രാജ്യത്ത്, ഈ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ഗതികെട്ട ഈ വ്യവസ്ഥകൾ. ബാക്കി എവിടെയില്ല ഇങ്ങനെയുള്ള സംവരണ വ്യവസ്ഥകൾ. ഒരു രാജ്യം പുരോഗമിക്കണം എങ്കിൽ മെറിറ്റ് തന്നെ നോക്കണം. മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അപ്പോയിന്റ്മെന്റുകൾ. വിദ്യാഭ്യാസത്തിൽ നമുക്ക് എല്ലാവർക്കും ഏത് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം. ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കാം. പാവപ്പെട്ട കുട്ടികളൊക്കെ പഠിക്കണം, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം, എല്ലാ സപ്പോർട്ടും കൊടുക്കണം. ആ വിദ്യാഭ്യാസത്തിൽ എല്ലാം കൊടുക്കുക. വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ കഴിവുകൾ തെളിയിച്ച്, മെറിറ്റ് തെളിയിച്ച് അവർ ഏത് രംഗത്ത് ശോഭിക്കുന്നു ആ രംഗത്ത് അവർ എന്താ പറയുക, പ്രൊഫഷണൽസ് ആവട്ടെ. അപ്പോഴേ രാജ്യം പുരോഗതി ഉണ്ടാവുള്ളൂ. മറ്റത് കുറേ ആളുകൾക്ക് ഫ്രസ്ട്രേഷനാണ് ഇവിടെ. അർഹതയുള്ള ആളുകൾക്കൊന്നും കിട്ടുന്നില്ല. അർഹതയില്ലാത്തവരൊക്കെ സ്ഥാനം കയറി പിടിച്ച് പറ്റിയിരിക്കുന്നു. അർഹതയില്ലാത്തവരുടെ കാല് വെക്കേണ്ട ഗതികേടാണ് അർഹതയുള്ളവർക്ക്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസം കിട്ടിയ കുട്ടികൾ മുഴുവൻ കേരളം വിട്ട് പുറത്തേക്ക് പോകണം. ഇവിടെ നിൽക്ക കഴിയില്ല അവർക്ക്. കാരണം ഇവിടുത്തെ ഗതികെട്ട രാഷ്ട്രീയക്കാരെ കൊണ്ട് തോറ്റു. അതുകൊണ്ട് നമ്മുടെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ മുഴുവൻ വിദേശത്താണ്. നല്ല കുടുംബത്തിലുള്ള നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ മുഴുവൻ പുറത്താണ്. ഒരു കുട്ടി ഇവിടെ കാണാൻ കിട്ടില്ല. മഷീട്ട് നോക്കിയാൽ കിട്ടാനില്ല. നമ്മുടെ യൂത്ത് ഇവിടെ ഇല്ല. നമ്മുടെ കേരളം ഒരു ഓൾഡ് ഏജ് ഹോമായി മാറിയിട്ടുണ്ട്. ഏത് വീടുകളിൽ ചെന്നാലും വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മയും അല്ലെങ്കിൽ ഒരാളുണ്ടാവും, ചിലപ്പോൾ ഒരു അപ്പൂപ്പൻ അല്ലെങ്കിൽ ഒരു അമ്മൂമ്മ, ആരും ഉണ്ടാവില്ല. ഓൾഡ് ഏജ് ഹോം പോലെയാണ് പല ഫ്ലാറ്റുകളും പല വീടുകളും. വീടുകൾ നോക്കാൻ ആളില്ല. ഈ ഗതികേടിന് കാരണക്കാരെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. ഇവിടുത്തെ സ്വാർത്ഥരായിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കള്ളന്മാരാണ്. അവരെ നമ്മൾ ചോദ്യം ചെയ്യണം, ശക്തമായിട്ട് നമ്മൾ ചോദ്യം ചെയ്യണം. അതിന് നമ്മൾ അറിവ് നേടണം. നമ്മുടെ മതത്തെക്കുറിച്ചിട്ടുള്ള അറിവ്, മറ്റു മതസ്ഥർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ കുറിച്ചിട്ടുള്ള അറിവ്, ഇത് രണ്ടും നേടിയിട്ട് വേണം നമ്മൾ ചർച്ച ചെയ്യാൻ കാര്യങ്ങൾ. ഉച്ചത്തിലാവണം ചർച്ചകൾ. ഭയം വേണ്ട. ഈ കാര്യം പറയാൻ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരെയും കൊന്നൊടുക്കാനോ ആഹ്വാനം ചെയ്യുന്നില്ല. നമ്മൾ ആരെയും വെല്ലുവിളിക്കുന്നില്ല. നമ്മൾ ന്യായം മാത്രമാണ് പറയുന്നത്. ഈ ഭൂമിയിൽ, ഈ ഭാരതത്തിൽ ജനിച്ച എല്ലാവരും നമുക്ക് സഹോദരന്മാരായിട്ട് ഒന്നിച്ച് കാണാം. അവൻ ഏത് പേരിൽ അറിയപ്പെട്ടോട്ടെ, അവൻ ഏത് മതത്തിൽ വിശ്വസിച്ചോട്ടെ, അവന്റെ ഇഷ്ടത്തിലുള്ള ഈശ്വരനെ അവൻ ആരാധിച്ചോട്ടെ. അതിന്റെ പേരിൽ നമുക്ക് ആരോടും വെറുപ്പില്ല. പക്ഷെ നമ്മളെ കൊന്നിട്ട് വേണം അവന് ജീവിക്കാൻ എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കില്ല. അവിടെയാണ് പ്രശ്നം. അതാണ് ഇവിടെ തീവ്രവാദം എന്ന് പറയുന്ന പ്രശ്നം. അതാണ് ഫനറ്റിസിസം. അങ്ങനെയുള്ള ഫനറ്റിസിസം പാടില്ല നമുക്ക്. നമ്മുടെ ഈ ഭക്തി വളർന്ന് ഫനറ്റിസിസം ആവുന്നുണ്ട് നമ്മുടെ സനാതന ധർമ്മത്തിൽ പോലും. അതിൽ ഒരു വിഭാഗം തുറന്നു പറയാം, ഈ ഹരേ കൃഷ്ണ എന്ന് പറയുന്നതായിട്ട് പ്രസ്ഥാനം, ഇസ്കോൺ എന്ന് പറയുന്ന പ്രസ്ഥാനം, അവർക്ക് കൃഷ്ണഭക്തി നല്ലോണം ഉണ്ട്. അവരുടെ ആ നല്ല ഗുണങ്ങളെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. കൃഷ്ണന് വേണ്ടി അവരെന്തും ചെയ്യും. പക്ഷെ മറ്റുള്ളവരെ നിന്ദിക്കാൻ അവർ മത്സരിക്കുന്നു. അത് പാടില്ല എന്ന് നമുക്ക് അവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയണം. നിങ്ങൾ കൃഷ്ണനെ ആരാധിച്ചോളൂ, ഞങ്ങളുണ്ട് കൃഷ്ണനെ ആരാധിക്കാൻ. അദ്വൈതികളായിട്ടുള്ള ശങ്കര പരമ്പരയിൽ വന്ന ഞങ്ങൾക്ക് കൃഷ്ണനും രാമനും ശിവനും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾ കൃഷ്ണനെ ആരാധിക്കൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അത് വേദമന്ത്രമാണ്. അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ല, നിങ്ങളുടെ അപ്പൂപ്പൻ ഉണ്ടാക്കിയതല്ല. അത് വേദമന്ത്രമാണ്. നിങ്ങൾക്ക് കൃഷ്ണനെ ഇഷ്ടദേവതയായിട്ട് ആരാധിക്കാനുള്ള അവകാശമുണ്ട്.
പക്ഷെ അതിന്റെ പേരിൽ ശിവനിന്ദ ചെയ്യാനോ ഗണപതി നിന്ദ ചെയ്യാനോ സുബ്രഹ്മണ്യ നിന്ദ ചെയ്യാനോ അയ്യപ്പ നിന്ദ ചെയ്യാനോ പാടുള്ളതല്ല. അയ്യപ്പ ഭക്തന്മാർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കട്ടെ. സുബ്രഹ്മണ്യ ഭക്തന്മാർ ഹരഹരോ ഹരഹര എന്ന് വിളിക്കട്ടെ. ഗണേശ ഭക്തന്മാർ ജയ് ഗണേശ ജയ് ഗണേശ ജയ് ഗണേശ രക്ഷമ എന്ന് പാടട്ടെ. കൃഷ്ണഭക്തന്മാർ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാമഭക്തന്മാർ ഹരേ രാമ ഹരേ രാമ, ശിവഭക്തന്മാർ ഓം നമശിവായ ഓം നമശിവായ എന്ന് പാടട്ടെ. ഓരോരുത്തരും പാടട്ടെ. അതുപോലെ മറ്റവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവർ സ്വകാര്യമായി പാടിക്കോട്ടെ. മറ്റുള്ളവരുടെ തലയിൽ അതിനെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ എന്ന് പാടുന്നവർ അങ്ങനെ പാടിക്കോട്ടെ. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ഭാഷയിൽ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് അവർ പാടിക്കോട്ടെ. നമുക്ക് യാതൊരു വിരോധമില്ല. ഏതും എല്ലാം നമുക്കൊന്നാണ്. കാരണം ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നല്ല, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഓൾ ദാറ്റ് ഹിയർ ഈസ് ഈശ്വര. ഇവിടെ ഉള്ളതെല്ലാം ഈശ്വരന്റെ അഭിവ്യക്തിയാണ്, ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനാണ്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഇത് നമ്മൾ ഉള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഒരു മതസ്ഥരോടും ഒരു കാര്യത്തിലും ദ്വേഷമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. നമ്മൾ നമ്മുടെ കുട്ടികളെ ഈ തത്വം പഠിപ്പിക്കണം. അപ്പൊ ആ രീതിയിലുള്ള ശ്ലോകങ്ങളാണ് ഇനി ശിവനെ മാത്രം ശിവനെ മാത്രം ശിവനെ മാത്രം എന്ന് പറയുന്ന ശ്ലോകങ്ങളാണ് ഇനി വരുന്നത്. അനുദ്യല്ലലാടാക്ഷി വന്നി പ്രരോഹൈഹി അവാമസ്ഫുരച്ചാരുവാമോരു ശോഭൈഹി അനംഗഭ്രമദ്ഭോഗി ഭൂഷാവിശേഷൈഹി അചന്ദ്രാർദ്ധചൂടൈരലം ദൈവതൈർനഃ. അനുദ്യല്ലലാടാക്ഷി വന്നി പ്രരോഹൈഹി അവാമസ്ഫുരച്ചാരുവാമോരു ശോഭൈഹി അനംഗഭ്രമദ്ഭോഗി ഭൂഷാവിശേഷൈഹി അചന്ദ്രാർദ്ധചൂടൈർ അലം ദൈവതൈർനഃ. ഇവിടെ ദൈവതൈഹി നഹ അലം ഒരു പ്രഖ്യാപനമാണ്. അലം ദൈവതൈഹി നഹ അലം. മറ്റ് ദേവതകളെ കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. എങ്ങനെയുള്ള ദേവന്മാരെ ഞങ്ങൾക്ക് ആവശ്യമില്ല? ഇവിടെ ഭഗവാന്റെ വിശേഷണങ്ങളുണ്ട്, ശിവന്റെ പ്രത്യേകതകളുണ്ട്, ശിവന്റെ ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടാ പറയണത് ഇതിൽ നിന്ന് വിലക്ഷണന്മാരായിരിക്കുന്ന, ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ദേവന്മാരെ ഞങ്ങൾക്ക് വേണ്ട. അപ്പൊ ശിവന്റെ ലക്ഷണങ്ങളുള്ള ദേവന്മാരെ മാത്രം ഞങ്ങൾക്ക് മതി. അത് ഇവിടെ ശിവഭക്തിയുടെ ഏകാന്ത ഭക്തിയുടെ ഒരു ആവേശത്തോടെയുള്ള ഒരു പ്രകടനമാണ്, അനന്യഭക്തിയുടെ പ്രകടനമാണ്. എന്താണ് പറയുന്നത്? ആദ്യത്തെ വരി അനുദ്യത് ലലാടാക്ഷി വന്നി പ്രരോഹൈഹി ദൈവതൈഹി നഹ അലം. അപ്പോ ഭഗവാൻ ആരാണ്? ഉദ്യൽ ലലാട അക്ഷി വന്നി പ്രരോഹനാണ് ഭഗവാൻ. എന്താർത്ഥം? ഉദ്യത് ലലാട അക്ഷി വന്നി പ്രരോഹൻ ഭഗവാന്റെ പേരാണ്. ലലാടം എന്ന് പറഞ്ഞാൽ നെറ്റി, അക്ഷി കണ്ണ്. അപ്പോ ലലാടാക്ഷി എന്ന് പറഞ്ഞാൽ നെറ്റിക്കണ്ണ്. അതില് ഉദ്യത് എന്ന് പറഞ്ഞാൽ ഉദിച്ചുയരുന്നതായിട്ടുള്ള വന്യപ്രരോഹം. വന്യപ്രരോഹം എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ജ്വാല. അപ്പൊ നെറ്റിക്കണ്ണിൽ നിന്ന് അഗ്നിജ്വാല പുറപ്പെടുന്നവൻ ഉദ്യല്ലലാടാക്ഷി വന്യപ്രരോഹൻ. അതിന്റെ നെഗറ്റീവ് അതിന്റെ മുമ്പിൽ അന് എന്ന് പ്രയോഗിച്ചപ്പോൾ ഓപ്പോസിറ്റായി. ഈ നെറ്റിയിൽ നിന്ന്, നെറ്റിക്കണ്ണിൽ നിന്ന് തീജ്വാല പുറപ്പെടാത്ത ദേവന്മാരെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ശിവനെ അല്ലാതെ എനിക്ക് വേറൊരാളെ വേണ്ട. ഞാൻ തെരഞ്ഞു നടക്കുന്നത് നെറ്റിക്കണ്ണിൽ നിന്ന് തീജ്വാല പുറപ്പെടുന്ന ആളെയാണ്. എൻ്റെ കയ്യിലൊരു ഐഡന്റിറ്റി പ്രൂഫ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ തിരയുന്നത് എൻ്റെ ഇഷ്ടദേവനെ. അപ്പൊ എനിക്കറിയാം നെറ്റിക്കണ്ണിൽ നിന്ന് തീജ്വാല വമിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള ദേവനെ മാത്രം മതി, മറ്റ് ദേവന്മാരെന്ന് എനിക്ക് വേണ്ട. നേതി 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 എന്ന് പറഞ്ഞ് തള്ളിക്കളയണം. അത് കഴിഞ്ഞ് അടുത്ത പറയുന്നു അവാമസ്ഫുരച്ചാരു വാമോരു ശോഭൈഹി. ഭഗവാൻ മഹാദേവൻ വാമത്തിൽ സ്ഫുരിക്കുന്ന ചാരു വാമോരു ശോഭിക്കുന്നവളാണ്. വാമം എന്ന് പറഞ്ഞാൽ ഇടത് ഭാഗം. അപ്പൊ ഭഗവാന്റെ ശരീരത്തിന്റെ ഇടത് ഭാഗത്ത്, വാമഭാഗത്ത് സ്ഫുരിക്കുന്നതായിട്ടുള്ള ശോഭിക്കുന്നതായിട്ടുള്ള ചാരു വാമോരു, സുന്ദരിയായ വാമോരു.
വാമോരു എന്ന് പറഞ്ഞാല് വാമമായ ഉരുക്കളോട് കൂടിയവൾ, നല്ല തുടകളോട് കൂടിയവൾ, സുന്ദരി. ആരാ? പാർവതീ ദേവി. അവളുടെ ശോഭയോട് കൂടിയിട്ട്, കാന്തിയോട് കൂടിയിട്ട്. അപ്പൊ ഇടത് തുടയിൽ സുന്ദരിയായ പാർവതീദേവിയോടുകൂടി ശോഭിക്കുന്ന ശിവനെയാണ് ഞാൻ തെരഞ്ഞു നടക്കുന്നത്. നോക്കുമ്പോൾ ദേവന്മാരെ അങ്ങനെയുള്ളവരെ കാണുന്നില്ല, വേറെ ചിലരെ കണ്ടത്. അപ്പൊ അവരല്ല, അവരെ വേണ്ട. തുടയില് പാർവതീദേവി ഉണ്ടോ? ആ ദേവനെ മതി എന്നർത്ഥം. ഐ എം സെർച്ചിങ് ഫോർ വൺ ഹു ഈസ് ഹാവിങ് ഹിസ് കൺസോർട്ട് പാർവതി ദേവി ഇൻ ഹിസ് ലെഫ്റ്റ് ലാപ്പ്. അതാണ് എൻ്റെ ഐഡന്റിറ്റി. ഞാൻ തെരയുക. അപ്പൊ കാണുമ്പോ തുടയിൽ ആളെ കാണാനില്ല, എന്നാ ശിവനല്ല, വേണ്ട, മാറിക്കോ. ഐ എം സെർച്ചിങ് ഫോർ ശിവ ഓൺലി. ഐ എം ലുക്കിംഗ് ഫോർ ശിവ. ആൻഡ് ഹി ഹാസ് ഹിസ് ഓൺ സ്പെഷ്യാലിറ്റീസ്, ഹിസ് ഓൺ ഐഡന്റിറ്റീസ്. ആ ഐഡന്റിറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ വാമോരുവായിരിക്കുന്ന ദേവിയെ തന്റെ വാമോരുവിൽ വെച്ചിരിക്കുന്നവൻ മഹാദേവൻ. അപ്പൊ അവാമസ്പുരച്ചാരു വാമോരു ശോഭൈഹി ദൈവതൈഹി അലം. വേണ്ട. അനംഗഭ്രമദ്ഭോഗി ഭൂഷാവിശേഷൈഹി. മറ്റു ദേവന്മാരെ കുറിച്ച് പറഞ്ഞതാണ് അനംഗഭ്രമദ്ഭോഗി ഭൂഷാവിശേഷന്മാര്. ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? അതിലെ അനു കളഞ്ഞാൽ മതി, അത് ഭഗവാന്റെ പര്യായമായി. അപ്പോ ഏറ്റവും ആദ്യത്തിലുള്ള നെഗറ്റീവ് അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ആ എന്നോ അന് എന്നോ ഉള്ള പ്രത്യയങ്ങളെ തള്ളിക്കളഞ്ഞാൽ അത് ശിവന്റെ പര്യായങ്ങളാണ്. അവാമസ്പുരച്ചാരു എന്നുള്ളതിലെ ആ കളഞ്ഞാൽ വാമസ്പുരച്ചാരു വാമോരു ശോഭൻ, അത് മഹാദേവൻ. അതുപോലെ അനംഗഭ്രമത് ഭോഗി ഭൂഷാവിശേഷനിലെ അന് കളഞ്ഞാലോ അംഗഭ്രമത് ഭോഗി ഭൂഷാവിശേഷൻ. അംഗം എന്നാൽ ശരീരാവയവം, അതിലൊക്കെ ഭ്രമിക്കുന്ന ഭോഗിഭൂഷകൾ. ഭ്രമിക്കുക എന്ന് പറഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുക, ചുറ്റിക്കൊണ്ടിരിക്കുക, എഴയുക എന്നൊക്കെ അർത്ഥം. ആരാ എഴയണത്? ഭോഗിഭൂഷകള്, സർപ്പങ്ങളാകുന്ന അലങ്കാരങ്ങള്. അതാണ് വിശേഷം ഐഡന്റിറ്റി. ആരുടെ? മഹാദേവന്റെ. മഹാദേവന്റെ ശരീരമാണോ? ശരീരത്തില് പാമ്പുകൾ ചുറ്റി ചുറ്റി അഴിഞ്ഞു കളിക്കുന്നുണ്ടാവും. പാമ്പ് കാണാനില്ലയോ? ആ ദേവനെ എനിക്ക് വേണ്ട. അതാണ് ഇവിടുത്തെ പ്രാർത്ഥന. അപ്പൊ പാമ്പ് ശരീരത്തിലില്ലാത്ത ദേവന്മാരെ എനിക്ക് വേണ്ട, പാമ്പുള്ള മഹാദേവനെയാണ് ഞാൻ നോക്കുന്നത്. അടുത്തത് പറഞ്ഞു അചന്ദ്രാർദ്ധ ചൂടൈഹി. ഭഗവാൻ ആരാണ്? ചന്ദ്രാർദ്ധ ചൂടനാണ്. ചൂട എന്ന് പറഞ്ഞാൽ ശിരസ്. ആ ശിരസിൽ ചൂടയിൽ ചന്ദ്രൻ, അർദ്ധചന്ദ്രൻ ചൂടിയിരിക്കുന്നു. അർദ്ധചന്ദ്രനെ അലങ്കാരമാക്കി വെച്ചിരിക്കണം. അപ്പൊ ചന്ദ്രാർദ്ധ ചൂടൻ ഭഗവാൻ. ഇവിടെ ഏതാ പറഞ്ഞത്? അചന്ദ്രാർദ്ധ ചൂടൈഹി. ചന്ദ്രാർദ്ധ ചൂടന്മാരല്ലാത്ത ദേവന്മാരെ എനിക്ക് വേണ്ട. തലയില് ചന്ദ്രൻ ഇല്ലാത്ത ദേവന്മാരെ അല്ല ഞാൻ നോക്കുന്നത്. ഐ എം സെർച്ചിങ് ഫോർ, ഐ എം ലുക്കിംഗ് ഫോർ one who is having a crescent moon on his forehead. അപ്പൊ നല്ല വ്യക്തതയുണ്ട്. ആരെയാ താൻ ഉപാസിക്കുന്നത്? ആ ഭഗവാനിൽ മാത്രം എന്റെ മനസ്സ് ഉറക്കട്ടെ. അതുപോലെയുള്ള പദങ്ങൾ ഇനി അടുത്തതും വരാൻ പോണു. അനുദ്യല്ലാക്ഷി വന്നി പ്രരോഹൈഹി അവാമസ്പുരച്ചാരുവാമോരു ശോഭൈഹി അനംഗഭ്രമദ്ഭോഗി ഭൂഷാവിശേഷൈഹി അചന്ദ്രാർദ്ധ ചൂടൈരലം ദൈവദൈർനഃ അഖണ്ഡേ കളങ്കാദനംഗേ ഭുജംഗാദ് അപാണൗ കപാലാദപാലേന ലക്ഷാദ് അമൗലൗ ശശങ്കാദവാമേ കളത്രാദ് അഹം ദേവമന്യം നമന്യേ അഖണ്ഡേ കളങ്കാദനംഗേ ഭുജംഗാദ് അപാണൗ കപാലാദപാലേന ലക്ഷാദ് അമൗലൗ ശശങ്കാദവാമേ കളത്രാദ് അഹം ദേവമന്യം നമന്യേ. ഇവിടെ പറയണു അഹം ദേവം അന്യം നമന്യേ. ഞാൻ അഹം അന്യം ദേവം, വേറൊരു ദേവനെ നമന്യേ കാണുന്നേ ഇല്ല, കണക്കാക്കുന്നേ ഇല്ല. ഐ ഡോണ്ട് മൈൻഡ്. എനിക്ക് വേറെ ആരെയും വേണ്ട. എനിക്ക് ഒരാളെ മതി. അതാരാ? മഹാദേവനെ മാത്രം മതി. അപ്പൊ അതിന് ഐഡന്റിറ്റി ഉണ്ട് മഹാദേവന്. ആ ഐഡന്റിറ്റി വെച്ചാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ ആരാണ്? കണ്ടേ കളങ്കനാണ് ഭഗവാൻ. കടത്തിൽ കളങ്കമുള്ളവൻ, വിഷം ഉള്ളവൻ,
ശ്രീകണ്ഠൻ, നീകണ്ഠൻ, ശിതികണ്ഠൻ എന്നൊക്കെ അറിയപ്പെടുന്ന മഹാദേവൻ ഇവിടെ പറയുന്നു അകണ്ഠേ കളങ്കാത്, കണ്ഠത്തിൽ കളങ്കൂല്ലാത്ത ദേവനെ എനിക്ക് വേണ്ട. അനങ്കേ ഭുജങ്കാത്, ഭഗവാൻ അങ്കേ ഭുജങ്കനാണ് മഹാദേവൻ. അംഗത്തിൽ ഭുജംഗം, പാമ്പുള്ളവൻ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് അംഗത്തിൽ ഭുജംഗമില്ലാത്തവൻ എന്ന് പറയാനാണ് അനങ്കേ ഭുജങ്കാത്. അങ്കേ ഭുജങ്കാതിന്റെ മുമ്പിൽ അന എന്നുള്ള പ്രിഫിക്സ് ചേർത്തു, നെഗറ്റീവായി. സ്വരാക്ഷരങ്ങൾ ആരംഭിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ അന് എന്ന് ചേർക്കണം, അപ്പൊ ഓപ്പോസിറ്റായി. വ്യഞ്ജനാക്ഷരങ്ങളിൽ ആരംഭിക്കുന്ന പദങ്ങൾക്ക് മുമ്പിൽ അകാരം ചേർത്താൽ മതി, അപ്പൊ നെഗറ്റീവായി. ക ക ഗ ഗ ങ ച ഛ ജ ജ ഞ ട ട ഡ ഡ ണ ഉള്ള വ്യഞ്ജനാക്ഷരങ്ങൾക്ക് മുമ്പിൽ ആ എന്ന പ്രിഫിക്സ് ചേർത്താൽ നെഗറ്റീവായി. ആ ആ ഇ ഈ ഉ ഊ എ എന്നുള്ള സ്വരാക്ഷരങ്ങൾക്ക് മുമ്പ് അന് എന്ന് ചേർക്കണം. അവിടെ ആ ചേർത്താൽ പോരാ, അപ്പൊ ദീർഘാവുകയുള്ളൂ. അന് എന്ന് ചേർക്കണം. അപ്പൊ സ്വരാക്ഷരങ്ങൾക്ക് മുമ്പ് അനു ചേർത്താൽ നെഗറ്റീവ് അർത്ഥം, വ്യഞ്ജനാക്ഷരങ്ങൾക്ക് മുമ്പിൽ അകാരം ചേർത്താൽ നെഗറ്റീവ് അർത്ഥം. അവിടെ അങ്ങനെയാണ്. ഇപ്പോൾ ആ കണ്ഠം എന്നുള്ളത് കകാരം വ്യഞ്ജനാക്ഷരം, അതുകൊണ്ട് ആ കണ്ഠേനാക്കി അകാരം ചേർത്തു. അങ്കേ ഭുജങ്കാത്, അത് അകാരം സ്വരാക്ഷരമാണ്, അപ്പൊ എന്ത് ചേർത്തു മുമ്പ്? അനങ്കേനായി, അനു ചേർത്തു. അടുത്തത് പാണിയിൽ കപാലമുള്ളവനാണ് ഭഗവാൻ. പാണൗ കപാലാത്, പാണിയിൽ കപാലമുള്ളവൻ, കയ്യിൽ ബ്രഹ്മാവിന്റെ തലയോട് ഭിക്ഷാപാത്രമായിട്ടുള്ളവൻ മഹാദേവൻ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ആ ചേർത്താൽ മതി. പാണി പകാരം വ്യഞ്ജനാക്ഷരമാണ്. അപ്പൊ അപാണൗ കപാലാത്, പാണിയിൽ കപാലമില്ലാത്തവനെ എനിക്ക് വേണ്ട. കയ്യിൽ തലയോടുണ്ടോ എന്നാ അങ്ങോട്ട് പോരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അപാലേ അനലാക്ഷാത്, ബാലത്തിൽ അനലാക്ഷനാണ് ഭഗവാൻ. ബാലം നെറ്റി, നെറ്റിയില് അനലൻ, കണ്ണില് അനലൻ തീയ്, അഗ്നിയോടുകൂടിയ കണ്ണ്, നെറ്റിക്കണ്ണ്, അഗ്നിയുള്ള അഗ്നിജ്വാലകളുള്ള കണ്ണോടുകൂടിയവൻ മഹാദേവൻ. ബാല അനലേക്ഷണാണ്. ഇവിടെ അബാലനാക്കി എന്ന് പറഞ്ഞാൽ നെറ്റിക്കണ്ണിൽ അഗ്നിയില്ലാത്ത, നെറ്റിക്കണ്ണില്ലാത്ത ദേവനെ എനിക്ക് വേണ്ട. അമൗലവും ശശാങ്കാത്, ഭഗവാൻ മൗലിയിൽ ശശാങ്കനോട് കൂടിയവനാണ്. അതിന്റെ ഓപ്പോസിറ്റ് മൗലിയിൽ ശശാങ്കനില്ലാത്തവരെ വേണ്ട. ശശാങ്കൻ ചന്ദ്രൻ, മൗലിയിൽ ചന്ദ്രനില്ലാത്തവനെ എനിക്ക് വേണ്ട. അമൗലവും ശശാങ്കാത്. അവാമേ കളത്രാത്, ഭഗവാൻ ആരാണ്? വാമേ കളത്രമുള്ളവനാണ്, ഇടതുവശത്ത് ഭാര്യ ഉള്ളവനാണ്, ഇടത് തുടയിൽ ഭാര്യയെ വെച്ചിരിക്കുന്നവനാണ് മഹാദേവൻ. വാമേ കളത്രൻ. ഇവിടെ എന്താ പറഞ്ഞ്? അവാമേ കളത്രാത്, ഇടത് തുടയില് ഭാര്യയില്ലാത്തവരെയൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ അഹം ദേവം അന്യം ന മന്യേ ന മന്യേ, അന്യം ദേവം അഹം ന മന്യേ, വേറൊരു ദേവനെ ഞാൻ ഭജിക്കുന്നില്ല, ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ സേവിക്കുന്നില്ല. എനിക്ക് ശിവനെ മാത്രം മതി, എനിക്ക് ശിവനെ മാത്രം മതി എന്നുള്ള ആ ശിവഭക്തിയുടെ തീവ്രതയെ പ്രകടിപ്പിക്കുകയാണ്. ഒരു ചെറിയ തീവ്രവാദിയാണ് എന്ന് പറയാം. ശങ്കരാചാര്യര് ശിവനെ സ്തുതിക്കുമ്പോൾ ശിവ തീവ്രവാദിയായിട്ട് കാണും, ദേവിയെ സ്തുതിക്കുമ്പോൾ ദേവീ തീവ്രവാദിയായിട്ട് കാണും, കൃഷ്ണനെ സ്തുതിക്കുമ്പോൾ കൃഷ്ണ തീവ്രവാദിയാണ്, സുബ്രഹ്മണ്യനെ സ്തുതിക്കുമ്പോൾ സുബ്രഹ്മണ്യ തീവ്രവാദിയാണ്, ഗണേശനെ സ്തുതിക്കുമ്പോൾ ഗണേശ തീവ്രവാദിയാണ് ശങ്കരാചാര്യർ. അപ്പൊ ശങ്കരാചാര്യർ ആരാണ് മൊത്തത്തില്? ആരാണ്? അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു തീവ്രവാദവും ഇല്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്ന, എല്ലാം ഈശ്വരന്റെ വിവിധ മുഖങ്ങളാണ്, വിവിധ ഭാവങ്ങളാണെന്നുള്ള നല്ല നിശ്ചയമുള്ള അദ്വൈതിയാണ് ആചാര്യ ഭഗവത്പാദർ. ആ ആചാര്യ ഭഗവത്പാദരുടെ നാട്ടിൽ ജനിച്ച നമ്മളുമൊക്കെ അതുപോലെ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. എങ്കിലും നമ്മുടെ സ്വകാര്യമായിട്ടൊരു ഇഷ്ടദേവത ഉണ്ടായിരിക്കണം. അവനവനൊരു ഇഷ്ടദേവത സ്വകാര്യമായിട്ട് വേണം. അത് അവനവന്റെ മനസ്സ് ഏതിലാണോ ഏറ്റവും അധികം രമിക്കുന്നത് ആ ഭാവത്തെ പിടിക്കുക. എൻ്റെ ഗുരുവായൂരപ്പ എന്ന് എപ്പോഴും വായിൽ വരുന്നവര് ഗുരുവായൂരപ്പനെ പിടിച്ചോളൂ. എൻ്റെ കണ്ണാന്ന് വിളിക്കുന്നത് കൃഷ്ണനെ വിളിച്ചോളൂ. ചോറ്റാനിക്കരമ്മേന്ന് വരുന്ന അമ്മമാരുണ്ട്, അവരങ്ങനെ വിളിച്ചോട്ടെ. മഹാദേവ എന്ന് വിളിക്കുന്ന ആളുകൾ അങ്ങനെ വിളിച്ചോട്ടെ. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടദേവതയെ പിടിക്കണം. ആഞ്ജനേയ സ്വാമിയോ ഗണപതി ഭഗവാനോ ശ്രീരാമ ഭഗവാനോ ആരോ ആകട്ടെ. അടുത്ത ഒരു ശ്ലോകം കൂടി എടുത്തിട്ട് നിർത്താം. എന്തായാലും ഇന്ന് തീരില്ല, നാളേക്ക് വെക്കാം നമുക്ക്. അപ്പോൾ തീർക്കണമെങ്കിൽ തീർക്കാം.
11:35. ഇനിയിപ്പോൾ ഏതായാലും വിഷയം മനസ്സിലായി നിങ്ങൾക്ക്, അതുകൊണ്ട് വേഗം തീർത്താൽ നാളെ ഒരു ബ്രേക്ക് കൊടുക്കാം. രാവിലെ മാത്രം 8 to 9 ഒരു ക്ലാസ് എടുത്തിട്ട് പ്രാർത്ഥനാ ഷഡ്പതിയും തീർക്കാം. നാളെ 10:30 ക്ലാസ് വേണ്ട വയ്ക്കാം. കാരണം എല്ലാവർക്കും സംക്രാന്തി വീട് വൃത്തിയാക്കല് പരിപാടികളൊക്കെ ഉണ്ടാവും. വൈകുന്നേരം ശ്രീബോധി വെക്കലൊക്കെ വേണം സന്ധ്യ ആവുമ്പോഴേക്കും. അപ്പം അതിനു മുമ്പ് പരിപാടികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നാളത്തെ ഉച്ചയാകുമ്പോഴത്തെ ക്ലാസ് മീൻസ് 10:30 to 11:30 ഒരു ബ്രേക്ക്. എന്നിട്ട് നാളെ വൈകിട്ട് എല്ലാവരും ശ്രീബോധിയൊക്കെ വെച്ച ശേഷം 6:30 രാമായണത്തെക്കുറിച്ച് 1 മണിക്കൂർ ഒരു ആമുഖം. രാമായണ മാസം ആരംഭിക്കുന്നതിൻ്റെ പ്രാരംഭമായിട്ട് ഒരു ആമുഖം നാളെ വൈകിട്ട് 7 to 8 അല്ലെങ്കിൽ 6:30 to 7:30 അത് വയ്ക്കാം. അപ്പോൾ രാവിലത്തെ ക്ലാസ് നമുക്ക് ബ്രേക്ക് ചെയ്യാം. രാവിലെ 8 മണിക്കുള്ള ക്ലാസ് ഉണ്ട്, കാരണം മുടങ്ങാതിരിക്കാൻ. ശങ്കര സ്തോത്ര തരംഗിണിയിൽ ഒരു ബ്രേക്ക് ഇല്ലാതിരിക്കാൻ. ബ്രേക്ക് ദ ചെയിൻ ഇവിടെ സമ്മതമല്ല. നമുക്ക് ചെയിനിനെ ബ്രേക്ക് ചെയ്യുന്നില്ല, നമ്മൾക്കത് തുടർന്നുകൊണ്ടിരിക്കാം. അപ്പോൾ രാവിലത്തെ 8 to 9 പ്രാർത്ഥനാ ഷഡ്പതി, 10:30 ക്ലാസ് ഇല്ല. വൈകുന്നേരം 6:30 രാമായണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇത് വേഗം തീർക്കാനുള്ളതേ ഉള്ളൂ. കാരണം ഇപ്പോൾ കണ്ടില്ലേ, അതേ ശൈലിയിലുള്ള ശ്ലോകങ്ങളാണ് ഇനിയുള്ളത്. 36-ാം ശ്ലോകം. മഹാദേവ ശംഭോ ഗിരീശ ത്രിശൂലിൻ ത്വദീയം സമസ്തം വിഭാതീതി യസ്മാത് ശിവാദന്യതാ ദൈവതം നാഭിജാനേ ശിവോഹം 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 ശിവോഹം. മഹാദേവ ശംഭോ ഗിരീശ ത്രിശൂലിൻ ത്വദീയം സമസ്തം വിഭാതീതി യസ്മാത് ശിവാദന്യതാ ദൈവതം നാഭിജാനേ ശിവോഹം 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 ശിവോഹം. ഇവിടെ ഭഗവാനെ പല പേര് പറഞ്ഞ് വിളിക്കുന്നു. മഹാദേവ ശംഭോ ഗിരീശ ത്രിശൂലിൻ. ആദ്യത്തെ വരിയിൽ 4 സംബോധനയാണ്. മഹാദേവ, മഹാനായ ദേവ, ദേവന്മാരിലൊക്കെ വലിയവനെ. ശംഭോ, മംഗളത്തെ ചെയ്യുന്നവനെ. ഗിരീശ, പർവ്വതത്തിൽ വസിക്കുന്നവനെ. ത്രിശൂലിൻ, ത്രിശൂലം എന്ന ആയുധം കയ്യിൽ ധരിച്ചിരിക്കുന്നവനെ. ത്വദീയം സമസ്തം വിഭാതീതി യസ്മാത്. സമസ്തം ത്വദീയം വിഭാതി. സമസ്തം, ഈ പ്രപഞ്ചം മുഴുവൻ, ഈ കാണുന്നതെല്ലാം ത്വദീയം വിഭാതി, അങ്ങയുടേതാണെന്നാണ് എനിക്ക് കാണുന്നത്. എല്ലാം ശിവമയമായി ഞാൻ കാണുന്നു. സർവം ശിവമയം. ശിവഭക്തന്മാരുടെ ഭാവമേ അതാണ്. ശിവഭക്തന്മാർ തമ്മിൽ പറയുന്നത് തന്നെ പരസ്പരം ശിവനായിട്ടാ കാണുക. ഞാനും ശിവൻ, അവൻ ശിവൻ. ചുറ്റുപാടുള്ളതൊക്കെ ശിവന്മാര്, കാണുന്നതൊക്കെ ശിവമയം. സർവം ശിവമയം. തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ശിവഭക്തന്മാർ ഒരുപാടുണ്ട്. തമിഴ്നാട്ടിൽ ഏറ്റവും അധികം ഉള്ളത് ശിവക്ഷേത്രങ്ങളാണ്. ശൈവന്മാരാണ് അവിടെയുള്ള ആളുകൾ ഭൂരിപക്ഷവും. അവര് ഏത് കാര്യവും ആരംഭിക്കുന്നത് തന്നെ ഒരു എഴുത്തെഴുതുണ്ടെങ്കിൽ അതിനു മുമ്പിൽ ആദ്യം സർവം ശിവമയം എന്നെഴുതിയിട്ട് ആരംഭിക്കുക. നമ്മളിവിടെ കേരളത്തിൽ ശ്രീ എന്നോ ഓം എന്നോ നമ്മുടെ ഇഷ്ടദേവതയുടെ ഏതെങ്കിലും പേര് പറഞ്ഞിട്ടോ, ഗുരുവായൂരപ്പ ശരണം എന്ന് പറഞ്ഞിട്ടോ, കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞിട്ടോ, നാരായണായ എന്ന് പറഞ്ഞിട്ടോ എഴുതുമ്പോൾ ശൈവന്മാര് അവരുടെ ഏത് കാര്യം ആരംഭിക്കുന്നത് സർവം ശിവമയം എന്ന് പറഞ്ഞിട്ടാണ്. അവർ പരസ്പരം ശണ്ട കൂടുകയാണെങ്കിൽ പോലും അങ്ങോട്ട് ശിവനെ ശിവനെ എന്ന് വിളിച്ചിട്ടാണ് ശണ്ട കൂടുക. ആ ഒരു സമ്പ്രദായമാണ് അവരുടെ. അപ്പൊ സമസ്തം ത്വദീയം വിഭാതി. ഈ കാണുന്നതെല്ലാം അങ്ങയുടേതാണെന്ന് ഞാൻ കാണുന്നു. എല്ലാം എനിക്ക് പ്രകാശിക്കുന്നത് അതുകൊണ്ട് യസ്മാത് അതുകൊണ്ട് ശിവാദ് അന്യതാ ദൈവതം നാഭിജാനേ. ശിവനിൽ നിന്ന് അന്യനായിട്ടൊരു ദൈവനെ ഞാൻ കാണുന്നില്ല. എല്ലാം ശിവമയമായി പ്രകാശിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള മറ്റുള്ളവർ പറയുന്ന ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ശിവന്റെ അംശങ്ങൾ തന്നെയാണ്. ഗണേശനും ശിവൻ തന്നെയാ, സുബ്രഹ്മണ്യനും ശിവൻ തന്നെയാ, ദേവിയും ശിവം
തന്നെയാണ്, ശിവന്റെ ഭാവം തന്നെയാണ്, ശിവഭൂതഗണങ്ങളൊക്കെ ശിവൻ തന്നെയാണ്. ശിവനിൽ നിന്ന് അന്യനായിട്ടൊരു ദേവനെ ഞാൻ കാണുന്നില്ല. ശിവാധന്യതാ ദൈവതം നാഭിജാനേ. അങ്ങനെ എല്ലാം ശിവനായിരിക്കെ പിന്നെ ഞാനാരാ? ഈ പ്രപഞ്ചമേ ശിവനായിരിക്കെ ഞാൻ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിത്വം എനിക്കുണ്ടോ? അതുകൊണ്ട് തന്നെ ശിവോഹം 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 ശിവോഹം. അഹം ശിവ അഹം ശിവ അഹം ശിവ അഹം ശിവ. ഞാനും ശിവൻ തന്നെ, ഞാനും ശിവൻ തന്നെ, ഞാനും ശിവൻ തന്നെ. കാരണം ശിവനിൽ നിന്ന് അന്യമായിട്ട് എനിക്കൊരു അസ്തിത്വമില്ല. സ്വർണത്തിൽ നിന്ന് വേറിട്ട് ആഭരണത്തിന് നിൽക്കാൻ കഴിയുമോ? മണ്ണിൽ നിന്ന് വേർപെട്ട് മൺകുടത്തിന് നിൽക്കാൻ കഴിയുമോ? നൂലിൽ നിന്ന് വേർപെട്ട് വസ്ത്രത്തിന് നിൽക്കാൻ കഴിയുമോ? ജലത്തിൽ നിന്ന് വേർപെട്ട് തരംഗത്തിന് നിൽക്കാൻ കഴിയുമോ? ശിവനിൽ നിന്ന് വേർപെട്ട് എനിക്ക് നിൽക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ അഹം ശിവ ശിവോഹം 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 ശിവോഹം. അടുത്ത ശ്ലോകത്തിന്റെ ഒരു എക്സ്പ്ലനേഷനാണ്. യതോ ജായതേദം പ്രപഞ്ചം വിചിത്രം സ്ഥിതിം യാതി യസ്മിൻ യദേകാന്തമന്ദേ സകർമാദിഹീന സ്വയം ജ്യോതിരാത്മാ ശിവോഹം 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 ശിവോഹം. യതോ ജായതേദം പ്രപഞ്ചം വിചിത്രം സ്ഥിതിം യാതി യസ്മിൻ യദേകാന്തമന്ദേ സകർമാദിഹീന സ്വയം ജ്യോതിരാത്മാ ശിവോഹം 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 ശിവോഹം. ഇപ്പോ സമസ്തം ത്വദീയം വിഭാതി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. എല്ലാം അങ്ങയായിട്ടാണ് എനിക്ക് കാണുന്നത് എന്ന് പറഞ്ഞു. അതിനുള്ള കാരണം എന്താ? വാട്ട് ഈസ് ദ ലോജിക്, വാട്ട് ഈസ് ദ റീസൺ? അത് പറയാണ്. യതോ അജായത ഇദം പ്രപഞ്ചം വിചിത്രം. ഇദം വിചിത്രം പ്രപഞ്ചം യതഃ അജായത. ഈ വൈചിത്ര്യമാർന്ന പ്രപഞ്ചം, ഈ വിവിധ വർണ്ണങ്ങളിലും വിവിധ രൂപങ്ങളിലും വിവിധ നാമങ്ങളിലും അറിയപ്പെടുന്ന ചെറുതും വലുതുമായിരിക്കുന്ന സ്ഥാവര ജംഗമാത്മകങ്ങളായിരിക്കുന്ന ഈ വൈവിധ്യപൂർണമായ ഈ പ്രപഞ്ചം യതഃ അജായത, എവിടുന്നാ ഉണ്ടായത്? ഫ്രം വെയർ എവറിത്തിങ് ഹാസ് കം അപ്പ്. എല്ലായിടത്തും എല്ലാം മുളച്ചു വന്നത് എവിടുന്നാ? അന്വേഷിക്കൂ. അപ്പൊ മനസ്സിലാവും, എല്ലാം ശിവനിൽ നിന്നാണ്, ശിവ ചൈതന്യത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാം ശിവനാണ്. വെള്ളത്തിൽ നിന്നുണ്ടായതൊക്കെ വെള്ളമല്ലേ? മണ്ണിൽ നിന്നുണ്ടായതൊക്കെ മണ്ണല്ലേ? സ്വർണത്തിൽ നിന്നുണ്ടായ ആഭരണങ്ങളൊക്കെ സ്വർണമല്ലേ? മരം കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളൊക്കെ മരം തന്നെയല്ലേ? അപ്പൊ ശിവനിൽ നിന്നുണ്ടായതെല്ലാം ശിവനാണ്. യതോവാ ഇമാനി ഭൂതാനി ജായന്തേ. വേദമന്ത്രത്തെയാണ് ഇവിടെ പറഞ്ഞത്. ഈ ഭൂതങ്ങളെല്ലാം എവിടെ നിന്നുണ്ടാകുന്നുവോ അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മമാണ് ഈ ശിവൻ. സ്ഥിതിം യാതി യസ്മിൻ. യസ്മിൻ സ്ഥിതിം യാതി. ഏതൊന്നിലാണ് എല്ലാം സ്ഥിതിയെ പ്രാപിക്കുന്നത്? എല്ലാം എന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? എല്ലാറ്റിൻ്റെയും സസ്റ്റനൻസ് എന്തിലാണ്? നൂലിലാണ് വസ്ത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വസ്ത്രം നൂല് തന്നെ. സ്വർണത്തിലാണ് ആഭരണം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആഭരണം സ്വർണം തന്നെ. മണ്ണിലാണ് മൺപാത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് മൺപാത്രം മണ്ണ് തന്നെ. ജലത്തിലാണ് തരംഗം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തരംഗം ജലം തന്നെ. അങ്ങനെയാണെങ്കിൽ എല്ലാം സ്ഥിതി ചെയ്യുന്നത് ശിവനിലാണെങ്കിൽ എല്ലാം ശിവൻ തന്നെ. യദേകാന്തമന്തേ. അവസാനം അന്തേ എല്ലാം ഏതിലേക്കാണ്? അന്തേ യദേകാന്തം. അവസാനം ഏതൊന്നിലേക്കാണ് എല്ലാം ചെന്ന് ലയിക്കുന്നത്? എല്ലാം ആ ശിവതത്വത്തിലേക്ക് തന്നെയാണ് ലയിക്കുന്നത്. അപ്പോ ഏതിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്? ഏതിനെ ആശ്രയിച്ചാണ് എല്ലാം നിൽക്കുന്നത്? ഏതിലേക്കാണ് എല്ലാം ചെന്ന് ചേരുന്നത്? ആ ബ്രഹ്മം തന്നെയാണ് ശിവൻ. അതുകൊണ്ട് ഈ പ്രപഞ്ചവും ആ ശിവൻ തന്നെ. കർമാദിഹീനഃ സ്വയം ജ്യോതിരാത്മാ. ആ ശിവന് വാസ്തവത്തിൽ കർമാദിഹീനനാണ്. ഒരു കർമ്മവുമില്ല. പൂർണ്ണനായിരിക്കുന്ന ഭഗവാന് എന്ത് കർമ്മം? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാന് എവിടുന്ന് ചലനം? ചലനം നമ്മൾ കാണുന്നതൊക്കെ ചെറിയ വസ്തുക്കൾക്കാണ് ചലനം.
എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന വസ്തുവിന് ചലിക്കാൻ പറ്റില്ല. ഒരു കുടത്തിൽ വെള്ളം നിറഞ്ഞിരുന്നാൽ അതിന് ചലിക്കാൻ ഇടമുണ്ടോ? ചലിക്കുവോ? നിറകുടം തുളുമ്പില്ല. അപ്പൊ സ്പേസ് ഉണ്ടെങ്കിലേ ചലിക്കാൻ പറ്റുള്ളൂ. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിന് എവിടേക്കും ചലിക്കാൻ പറ്റില്ല. ചലിക്കണമെങ്കിൽ സ്പേസ് വേണം. സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഈശ്വരൻ ഇല്ലായിരുന്നു എന്ന് വരും. ഇല്ലാത്തിടത്തേക്ക് ഒരാൾക്ക് നീങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നീങ്ങേണ്ട ആവശ്യമില്ല, പൂർണ്ണമാണ്. അതുകൊണ്ട് തന്നെ യാതൊരു ചലനവും കർമ്മവുമില്ല. ആരില്? ഈശ്വരനില്. ഈശ്വരനിൽ കർമ്മമേ ഇല്ല. നമ്മള് ആരോപിക്കുകയാണ് എല്ലാ കർമ്മങ്ങളും ഈശ്വരനില്. നമ്മൾ കാണുന്ന തരംഗങ്ങൾ ചലിക്കുന്നുണ്ട്. സമുദ്രം ചലിക്കുന്നുണ്ടോ? സമുദ്രം ചലിച്ചിരുന്നെങ്കിൽ നമ്മുടെ വീടൊക്കെ കാണുമോ? സമുദ്രം അവിടെ തരംഗങ്ങളാണ് ചലിക്കുന്നത്. എന്നതുപോലെ നാമരൂപങ്ങൾക്കാണ് ചലനം, കർമ്മം. ആ കർമ്മം ചെയ്യാനുള്ള ശക്തി കിട്ടുന്നതും അതിന്റെ സ്രോതസ്സായിരിക്കുന്ന ചൈതന്യത്തിൽ നിന്ന് തന്നെയാണ്. എല്ലാ ശക്തികളുടെയും ഉറവിടം, അതിന്റെ സ്രോതസ് ആ ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യത്തിന് സ്വയം കർമ്മങ്ങളൊന്നുമില്ല. അപ്പോ സകർമാദിഹീന സ്വയം ജ്യോതിഹി, സ്വപ്രകാശസ്വരൂപനാണ്. ആരെയും ആശ്രയിച്ചിട്ടല്ല ഈശ്വരൻ നിലനിൽക്കുന്നത്. സ്വയം ജ്യോതി എന്ന് പറഞ്ഞാൽ സ്വപ്രകാശം, സെൽഫ് എഫൽജന്റ്. വേറൊരാളെ ആശ്രയിച്ചിട്ടല്ല പ്രകാശിക്കുന്നത്. ആത്മാ, ആ ആത്മാവാണ് ശിവൻ. ആ ശിവ അഹം, ശിവ അഹം, ശിവ അഹം, ശിവ അഹം, ശിവോഹം, 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 ശിവോഹം. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണമായിരിക്കുന്ന, ആധാരമായിരിക്കുന്ന വസ്തുവാണ് ശിവൻ. അതുതന്നെയാണ് എന്റെയും ആധാരം എന്നുള്ളത് കൊണ്ട്, എനിക്ക് ആധാരത്തിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ലാത്തത് കൊണ്ട് ഞാനും ശിവൻ തന്നെ. യതോ ജായതേദം പ്രപഞ്ചം വിചിത്രം സ്ഥിതിം യാതി യസ്മിൻ യദേകാന്തമന്ദേ സകർമാദിഹീന സ്വയം ജ്യോതിരാത്മാ ശിവോഹം, 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 ശിവോഹം. കിരീടേ നിശേഷോ ലലാടേ ഹുദാശോ ഭുജേ ഭോഗിരാജോ ഗളേ കാളിമാച തനൗ കാമിനി യസ്യ തത്തുല്യ ദേവം ന ജാനേ, ന ജാനേ, ന ജാനേ, ന ജാനേ. കിരീടേ നിശേഷോ ലലാടേ ഹുദാശോ ഭുജേ ഭോഗിരാജോ ഗളേ കാളിമാച തനൗ കാമിനി യസ്യ തത്തുല്യ ദേവം ന ജാനേ, ന ജാനേ, ന ജാനേ, ന ജാനേ. തത്തുല്യദേവം അഹം ന ജാനേ, ന ജാനേ, ന ജാനേ. ആ ഭഗവാന് തുല്യനായിട്ട് വേറൊരു ദേവനെ എനിക്ക് അറിയില്ല, അറിയില്ല, അറിയില്ല. എങ്ങനെയുള്ള ദേവനെയാണ് ഞാൻ കാണുന്നത്? എനിക്ക് ആകെ ഒരു ദേവനെ അറിയുള്ളൂ. ആ ദേവന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കിരീടേ നിശേഷ, കിരീടത്തിൽ നിശേഷൻ, രാത്രീശൻ. ആരാണ്? ചന്ദ്രൻ. രാത്രിയെ ഭരിക്കുന്നവൻ ചന്ദ്രൻ. അപ്പൊ കിരീടത്തിൽ ചന്ദ്രനും. ലലാടേ ഹുദാശഹ, ലലാടം നെറ്റി, നെറ്റിയില് ഹുദാശൻ എന്നാൽ അഗ്നിയുടെ പര്യായമാണ്. ഹോമിച്ചതൊക്കെ ഭക്ഷിക്കുന്ന ആള്, എന്തിട്ടാലും തിന്നോളും. അതുകൊണ്ട് ഹുദാശൻ. ഹുതം അശ്നാദീതി ഹുദാശഹ, ഇട്ടതൊക്കെ ഭക്ഷിക്കുന്ന ആള്. അഗ്നി എവിടെ? ലലാടേ, നെറ്റിയില്. നെറ്റിയിൽ അഗ്നിയും. ഭുജേ ഭോഗിരാജ, കൈകളിൽ ഭോഗിരാജൻ. ഭോഗിരാജൻ സർപ്പം, സർപ്പരാജൻ. വാസുകി മുതലായ സർപ്പങ്ങൾ കൈകളിൽ ആഭരണമായിരിക്കുന്നു. ഗളേ കാളിമാച, ഗളത്തിൽ, കണ്ടത്തിൽ. കാളിമാ എന്ന് പറഞ്ഞാൽ ഇവിടെ കറുത്ത വർണ്ണം എന്നേ അർത്ഥമുള്ളൂ. കാളി ഭഗവതി എന്നല്ല. കാളിമ എന്ന് പറഞ്ഞാൽ കാളിയമ്മ എന്ന് വിചാരിക്കേണ്ട. കാളിമ, കാളിമ എന്നൊക്കെ പറഞ്ഞാൽ കറുപ്പ് നിറം, നീലകണ്ഠൻ. അപ്പൊ കണ്ടത്തിൽ നീല നിറവും. ഗളേ കാളിമാച്ച് തനൗ കാമിനി യസ്യ, യസ്യ തനൗ, ആരുടെ ശരീരത്തിൽ, ആരുടെ അംഗത്തിൽ കാമിനിയായ പാർവതീദേവി ഇരിക്കുന്നുവോ, ആരുടെ അർദ്ധശരീരം അർദ്ധനാരീശ്വരനായി മാറിയിരിക്കുന്നുവോ, ആരുടെ ഇടതും അടിയിൽ ദേവി ഇരിക്കുന്നുവോ, തനൗ കാമിനി യസ്യ, പ്രിയതമയായ പാർവതിയെ മടിയിൽ വെച്ചിരിക്കുന്നവനുമായിരിക്കുന്ന
തത്തുല്യദേവം ന ജാനേ ന ജാനേ ന ജാനേ ന ജാനേ. അതിന് തുല്യനായിട്ടൊരു ദേവനെ എനിക്ക് അറിയില്ലേ, 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 അറിയില്ലേ. എനിക്ക് ആകെ അറിയുന്നത് മഹാദേവനെ മാത്രം, മഹാദേവനെ മാത്രം, മഹാദേവനെ മാത്രം. ഇത് ഏകാന്ത ഭക്തിയുടെ പ്രകടനമാണ്. ഏകാഗ്രഭക്തി, അനന്യഭക്തി. അപ്പൊ ഓരോരുത്തരുടെയും ഇഷ്ടദേവനെ ഇതുപോലെ വിചാരിക്കണം. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി ഇതാ 2 ശ്ലോകം ബലശ്രുതിയാണ്. നോക്കാം. അനേനസ്തവേനാദരാദംബികേശം പരാം ഭക്തിമാസാദ്യം യേന മന്തി മൃദൗ നിർഭയാസ്തേ ജനാസ്തം ഭജന്തേ ഹൃദംബോജമധ്യേ സദാസീനമീശം. അനേനസ്തവേനാദരാദംബികേശം പരാം ഭക്തിമാസാദ്യം യേന മന്തി മൃദൗ നിർഭയാസ്തേ ജനാസ്തം ഭജന്തേ ഹൃദംബോജമധ്യേ സദാസീനമീശം. ഏതാളുകളാണോ പരാം ഭക്തി മാസാദ്യ, പരമമായ ഭക്തിയോടുകൂടെ, ഭക്തിയെ സമ്പാദിച്ച് ആദരാത്, ആദരവോടെ, അനേനസ്തവേന, അനേനസ്തവേന, ഈ ഭുജംഗപ്രയാതം ശിവഭുജംഗം എന്ന സ്തുതി കൊണ്ട്, അംബികേശം യം നമന്തി, അംബികേശനായ യാതൊരുവനെ നമിക്കുന്നുവോ, പാർവതീ വല്ലഭനായ യാതൊരുവനെ വന്ദിക്കുന്നുവോ നമിക്കുന്നുവോ, തേ ജനാഹ മൃതൗ നിർഭയാഹ, ആ ജനങ്ങൾ മൃതിയിൽ മരണകാലത്ത് പോലും ഭയമില്ലാത്തവരാവുന്നു, മരണത്തെ ഭയമില്ലാതാവുന്നു, നിർഭയന്മാരായിത്തീരുന്നു. അപ്പോൾ ഈ സ്തുതി കൊണ്ട് അംബികേശനായ ഭഗവാനെ ഭക്തിപൂർവം ആരാണോ സ്തുതിക്കുന്നത് അവര് മരണത്തിൽ ഭയമില്ലാത്തവരായി തീർന്ന് ഹൃദംബോജ മധ്യേ സദാ ആസീനം തം ഈശം ഭജന്തേ. ഹൃദംബോജ മധ്യേ, ഹൃദയ കമലത്തിന്റെ മധ്യത്തിൽ, ഓരോരുത്തരും അവരവരുടെ ഹൃദയ കമലത്തിൽ സദാ ആസീനം, എപ്പോഴും ഇരിക്കുന്നവനായിട്ടുള്ള തം ഈശം, ആ ഈശനെ ഭജന്തേ, ഭജിക്കുന്നു. അപ്പൊ ഈ സ്തുതി ചെയ്യുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഭഗവാൻ എപ്പോഴും കുടികൊള്ളും. അവരുടെ മനസ്സിൽ നിന്ന് ഭഗവാൻ ഇറങ്ങിപ്പോവില്ല. അവരുടെ ഹൃദയ കമലത്തിൽ ഭഗവാൻ എന്നും സാന്നിധ്യം ചെയ്യും. അതിനുള്ളതാണ് ഈ സ്തുതി. അപ്പൊ ഈ ശിവഭുജംഗ പ്രയാതം സ്തുതിക്കുന്നവർക്ക് മരണഭയം ഇല്ലാതാവുകയും ഭഗവത് സ്മരണ എപ്പോഴും നിലനിൽക്കുകയും ചെയ്യും. അവരുടെ ഹൃദയ കമലത്തിൽ ഭഗവാൻ നിത്യവും കുടികൊള്ളുന്നു. മനസ്സിലായില്ലേ? അനേനസ്തവേനാദരാദംബികേശം പരാം ഭക്തിമാസാദ്യ യം യേന മന്തി മൃദൗ നിർഭയാസ്തേ ജനാസ്തം ഭജന്തേ ഹൃദംബോജമധ്യേ സദാസീനമീശം. അവസാനത്തെ ശ്ലോകം. ഭുജംഗപ്രിയാ കൽപശംഭോമയൈവം ഭുജംഗപ്രജാതേന വൃത്തേന ക്ലുപ്തം നരസ്തോത്രമേതത് പഠിത്വോരു ഭക്ത്യാ സുപുത്രായുരാരോഗ്യമൈശ്വര്യമേതി. ഭുജംഗപ്രിയാ കൽപശംഭോമയൈവം ഭുജംഗപ്രജാതേന വൃത്തേന ക്ലുപ്തം നരസ്തോത്രമേതത് പഠിത്വോരു ഭക്ത്യാ സുപുത്രായുരാരോഗ്യമൈശ്വര്യമേതി. ഭഗവാനെ സംബോധന ചെയ്യുന്നു. ഭുജംഗപ്രിയാകൽപ ശംഭോ, 2 സംബോധനകളാണ്. ആദ്യത്തത് ഭുജംഗപ്രിയാകൽപ എന്നത് സംബോധനയാണ്. എന്താണ്? ഭുജംഗങ്ങൾ പ്രിയങ്ങളായ ആകൽപ്പങ്ങളായിരിക്കുന്നവൻ ആരോ അവൻ ഭുജംഗപ്രിയാകൽപ്പൻ. ആകൽപ്പം എന്നാൽ ഭൂഷണം, അലങ്കാരം എന്നൊക്കെ അർത്ഥം. എന്താണ് പ്രിയമായിട്ടുള്ള ആകൽപ്പം? ഏറ്റവും പ്രിയപ്പെട്ട ആഭരണങ്ങളാണ് ആര്? ഭുജംഗങ്ങൾ. അപ്പൊ സർപ്പം ആർക്ക് പ്രിയപ്പെട്ട ആഭരണങ്ങളായിരിക്കുന്നുവോ അവൻ ഭുജംഗപ്രിയാകൽപ്പൻ. അദ്ദേഹത്തെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, ശംഭോ, മംഗളത്തെ നൽകുന്നവനെ, മയാ ഏവം, എന്നാൽ ഇപ്രകാരം ഭുജംഗപ്രയാതേന വൃത്തേന ക്ലുപ്തം, ഭുജംഗപ്രയാതം പാമ്പിന്റെ ഗതിയോടനുസരിക്കുന്നതായിട്ടുള്ള 12 അക്ഷരങ്ങൾ വീതം ഓരോ വരിയിലും വരുന്ന 4 വരികളുള്ളതായിട്ടുള്ള 48 അക്ഷരങ്ങളുള്ളതായിട്ടുള്ള വൃത്തം, അതിൽ ഓരോ വരിയിലും 4 യമകങ്ങൾ വീതമുള്ളത്,
ഉള്ളതാണ് ഈ ഭുജംഗപ്രയാത വൃത്തം. അപ്പൊ അങ്ങനെയുള്ള ഭുജംഗപ്രയാതം എന്നുള്ള വൃത്തം കൊണ്ട് ക്ലിപ്തം എന്ന് പറഞ്ഞാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള ഏതത് സ്തോത്രം, ഈ സ്തോത്രത്തെ ഏത് നരഹ പഠിത്വ ഉരുഭക്തിയ പഠിത്വ, ഒരു മനുഷ്യൻ വർദ്ധിച്ച ഭക്തിയോടെ ഈ സ്തുതിയെ ചൊല്ലിയിട്ട് സുപുത്ര ആയുരാരോഗ്യം ഐശ്വര്യമേതി, എന്തൊക്കെ വേണ്ടൊക്കെ കിട്ടുന്നു. സുപുത്രന്മാരെ കിട്ടും, നല്ല മക്കളുണ്ടാവും, ആയുസ്സുണ്ടാവും, ആരോഗ്യമുണ്ടാവും, ഐശ്വര്യവും ഉണ്ടാവും. ഇനി എന്താ വേണ്ടത്? നല്ല സന്തതി സൗഖ്യം, നല്ല ദീർഘായുസ്, ശരീരത്തിൽ രോഗരഹിതമായിട്ടുള്ള ആരോഗ്യമുള്ളതായിട്ടുള്ള അവസ്ഥ, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മുകളിലുമുള്ളൊരു അധീശത്വം, ധനം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ആരോഗ്യം കൊണ്ടും സ്ഥാനമാനങ്ങളെ കൊണ്ടും എല്ലാം കൊണ്ടും മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുന്നതായിട്ടൊരവസ്ഥ, അതാണ് ഐശ്വര്യം. ഈശ്വരസ്യ ഭാവഃ ഐശ്വര്യം. എല്ലാവരെയും വശീകരിക്കാനും എല്ലാവരെയും നിയന്ത്രിക്കുവാനുമുള്ളതായിട്ടുള്ള സ്വാതന്ത്ര്യം, ആ ഒരു സാമർഥ്യം, അതാണ് ഐശ്വര്യം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ നന്മകളും അവന് വന്നു ചേരുന്നു. അപ്പോ ശങ്കരാചാര്യ തന്നെ അനുഗ്രഹിച്ചിരിക്കുക. അദ്ദേഹം രചിച്ച ഈ ഭുജംഗപ്രയാത സ്തോത്രം കൊണ്ട് ഏത് നരനാണോ ഭഗവാനെ ഭക്തിയോടുകൂടി സ്തുതിക്കുന്നത് അവർക്ക് സുപുത്രന്മാരുണ്ടാവും. അല്ലെ, ഒരു സുപുത്രനാണ് അമ്മയ്ക്ക് വേണ്ടി ഇത് പാടിയത്. ആയുരാരോഗ്യങ്ങൾ ഉണ്ടാവും, ഐശ്വര്യവും ഉണ്ടാവും, മരണഭയം ഇല്ലാതാവും. മുമ്പേ പറഞ്ഞു ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ നിത്യവാസം ചെയ്യുമെന്നും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഭുജംഗപ്രിയാകൽപശംഭോമയൈവം ഭുജംഗപ്രയാതേന വൃത്തേന ക്ലുപ്തം നരസ്തോത്രമേതത് പഠിത്വോരു ഭക്ത്യ സുപുത്രായുരാരോഗ്യമൈശ്വര്യമേതി 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 ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം ശിവഭുജംഗപ്രയാത സ്തോത്രം സമ്പൂർണം. ഹരി ഓം. 9 ദിവസം 40 ശ്ലോകങ്ങൾ ആസ്വദിച്ചു നമ്മൾ. വളരെ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്, ആനന്ദമുണ്ട്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സ്തോത്രം എല്ലാവരും പഠിച്ച് സന്ധ്യാവേളകളിൽ ഗൃഹത്തിൽ ചൊല്ലാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള സ്തോത്രങ്ങൾ മുഴങ്ങി നമ്മുടെ കുട്ടികൾ കേട്ട് പഠിച്ച് ഭാവിയിൽ ഇതൊക്കെ ഒരു തരംഗങ്ങളായി തീരട്ടെ. ലോകം മുഴുവൻ ഭഗവാന്റെ മഹിമ തരംഗമായി മുഴങ്ങട്ടെ. ആചാര്യ ഭഗവത്പാദരുടെ കീർത്തിയും അതുപോലെ നിലനിൽക്കട്ടെ. നമുക്കും എല്ലാ ശ്രേയസ്സും ഉണ്ടാകട്ടെ. സനാതന ധർമ്മം കൊടികെട്ടി പറക്കട്ടെ. ഭാരതം ലോകത്തിൻ്റെ ഗുരുവായി തീരട്ടെ. ഇതാണ് നമുക്ക് ഓരോ സന്ദർഭത്തിലും പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൃതജ്ഞത, നമസ്കാരം. കാരണം നിങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സന്തോഷത്തോടെ ആവേശത്തോടെ ആസ്വദിച്ച് ചൊല്ലാൻ പറ്റിയത്, പറയാൻ പറ്റിയത്. ഇനിയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളും കേട്ടതൊക്കെ ഷെയർ ചെയ്തോളൂ. അങ്ങനെ പരക്കട്ടെ. അപ്പം നാളെ രാവിലെ 8 മണിക്ക് പ്രാർത്ഥനാ ഷഡ്പതി തുടരും. നാളെ 10:30 ക്ലാസ്സില്ല. വൈകിട്ട് മറക്കണ്ട, വൈകിട്ട് 6:30 6:30 രാമായണ ആമുഖം തുടങ്ങി വയ്ക്കാം. മറ്റന്നാൾ രാവിലെ 10:30 രാമായണമായിരിക്കും. രാവിലെ മാത്രം ശങ്കരകൃതി 1 മണിക്കൂർ, അത് 7:30 to 8:30 ആക്കാം. 1 മണിക്കൂർ ശങ്കരകൃതി, 10:30 മുതൽക്ക് 12 വരെ 1.5 മണിക്കൂർ രാമായണം. പിന്നെ വൈകുന്നേരം ഓം നമശിവായ എന്നുള്ള ഒരു ചാനലിൽ, ഒരു FB-യിൽ ഷെയർ ചെയ്യും, നമുക്ക് എല്ലാവർക്കും കാണാം. ഗ്രൂപ്പിൽ ഹനുമാൻ ചാലീസ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ലളിതാ സഹസ്രനാമം, സൗന്ദര്യലഹരി മുതലായത് വാട്സപ്പിലൂടെ തുടരുന്നതായിരിക്കും. ഹരിയോം. എല്ലാവർക്കും ശുഭദിനം. നാളെ കാണാം. ഹരിയോം.